കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ നിൻ്റെ കിരീടം ആരും എടുത്തുകൊള്ളാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം എന്നുള്ള വചനത്തിൽ നിന്നായിരുന്നു. ഓരോ പ്രാവശ്യവും നൽകപ്പെടുന്ന തീമുകൾ ഒത്തിരി വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും വ്യക്തിപരമായി ചിന്തിക്കുവാനും ഏറ്റവും ഉപോത്ബലകമായിരിക്കുന്നതാണ്. ഈ തീം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കൾ ഓരോരുത്തരും നിരന്തരമായി ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ കേൾക്കുന്നവരും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവനുഭവിക്കുന്നവരുമാണ് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ ദൈവവചനത്തിൻ്റെ പരിചിതമല്ലാത്ത കേവലം വിടുതലുകൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലല്ല, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കൊതിക്കുന്ന നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു ശ്രേഷ്ഠ ദൈവജനത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. യെശയ്യാപ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 18-ാം വാക്യം. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലത്തും പാർക്കും. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. യെശയ്യാപ്രവചനം 32-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 28 തുടങ്ങി 35 വരെയുള്ള വ്യഥ അധ്യായങ്ങളുടെ, സങ്കട അധ്യായങ്ങളുടെ ഒരു ഭാഗമാണ്. 32-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 32-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങളിൽ നീതിയോടുകൂടെ വാഴുന്ന ഒരു രാജാവിനെയും അവനോടുകൂടെ നിൽക്കുന്ന പ്രഭുക്കന്മാരെയും നമുക്ക് കാണുവാൻ കഴിയും. 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 1-2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് നീതിയുള്ളവനാകുന്നു എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാരുടെ അധികാരം എന്താകുന്നു എന്ന് 2-ാം വാക്യത്തിൽ പറയുകയാണ്. അതിൽ പറയുകയാണ്, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ഈ പ്രഭു ഒരു മറവായി നിൽക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ കാറ്റുകൾ എളിയവനെ തൂത്തുവാരിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ട പ്രഭു അതിൻ്റെ നടുവിൽ കയറി നിന്ന് ആ കാറ്റിൻ്റെ നടുവിൽ ബലഹീനപ്പെട്ടവന് ഒരു മറവായി നിൽക്കും. വീണ്ടും അടുത്തതായിട്ട് പറയുകയാണ്, പിശറിന് ഒരു സങ്കേതമായിരിക്കും, ഒരു ഷെൽട്ടർ പ്ലേസ് ആയിരിക്കും. വീണ്ടും അടുത്തതായിട്ട് പറയുകയാണ്, വരണ്ട നിലത്ത് ഒരു നീർത്തോട് പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. ഒരുവൻ്റെ മേൽ അഭിഷേകം വീണ് കഴിഞ്ഞാൽ ഹി ഷാൽ ബി എ ഹൈഡിങ് പ്ലേസ്. അവൻ കാറ്റടിക്കുമ്പോൾ ഒരു മറവിടമായിരിക്കും. ഏതു മനുഷ്യൻ്റെയും രഹസ്യങ്ങളെ അകത്ത് വഹിച്ച്, ഏതു മനുഷ്യൻ്റെ ബലഹീനതകളെ അകത്ത് വഹിച്ച് ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ ഒരു ഹൈഡിങ് പ്ലേസ് ആയിരിക്കും. 2, അവനൊരു ഷെൽട്ടറായിരിക്കും. 3, അവനൊരു നനവായിരിക്കും. ജീവിതത്തിൽ സീസണുകൾ, നദി നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നത് സീസണുകൾ മാറുമ്പോഴാണ്. നല്ല മഴക്കാലത്ത് ആരും നദിയിൽ വെള്ളമുണ്ടോ എന്ന് നോക്കത്തില്ല. നല്ല മഴക്കാലത്ത് ആർക്കും നദിയെ താല്പര്യമില്ല. എന്നാൽ വേനൽ വരുമ്പോൾ, വറ്റി വരളുമ്പോൾ, ജീവിതത്തിൻ്റെ കാലങ്ങൾ ദുർഘടമാകുമ്പോൾ ഈ നദി അനേകർക്ക് ആശ്വാസമാകും. ഒരഭിഷക്തൻ അവനൊരു ഹൈഡിങ് പ്ലേസാണ്. ഒരു അഭിഷക്തൻ അവനൊരു ഷെൽട്ടറാണ്. ഒരു അഭിഷക്തൻ അവനൊരു നദിയാണ്, അവനൊരു റിവറാണ്. 4-മതായി പറയുകയാണ്, അവൻ ഉറപ്പുള്ള പാറയുടെ തണൽ പോലെ നിൽക്കും. ഉറപ്പുള്ള പാറയുടെ തണൽ. എന്താണ് പാറയുടെ തണലെന്നറിയാമോ? പാറ വെയിലടിക്കുമ്പോൾ ഏറ്റവും ചുട്ടുപൊള്ളുന്നത് ഏതാണെന്നറിയാമോ? ഈ പാറയാണ്. വെയിലടിക്കുമ്പോൾ ഏറ്റവും ഹീറ്റിന് പ്രോണായി നിൽക്കുന്നത്, ചൂടിന് ഏറ്റവും അടിക്കുന്നത് പാറയിലാണ്. പക്ഷേ ആ പാറയുടെ പിറകിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ഭയങ്കര തണലാണ്. ഇതാണ് ഒരു അഭിഷക്തൻ. ജീവിതത്തിൻ്റെ അഗ്നി ചൂളകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ അകം വെന്തുരുകും. ശുശ്രൂഷയുടെ പ്രതികൂലങ്ങൾക്കകത്ത്, സാത്താന്യ പൈശാചിക പോരാട്ടങ്ങൾക്കകത്ത് അവൻ അടിക്കുന്ന വെയിലിനകത്തിങ്ങനെ ചുട്ടുപൊള്ളും. പക്ഷേ അവൻ്റെ പുറകിൽ നിൽക്കുന്നവൻ അവൻ എന്ത് നൽകും? ഒരു തണൽ നൽകും. ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അവനൊരു മറവിടമായിരിക്കും, അവനൊരു സങ്കേതമായിരിക്കും,
അവനൊരു നദിയായിരിക്കും, അവൻ ഒരു തണലായിരിക്കും. ഇന്ന് രാത്രി പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, നീ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പ്രഭുവാണ്, നിനക്ക് നീതിയുള്ളൊരു രാജാവുണ്ട്. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം സങ്കടത്തിൻ്റെയും യാചനയുടെയും അടിമത്വത്തിൻ്റെതുമല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിന്റെ മേൽ നൽകുമ്പോൾ, വെളിപ്പാട് പുസ്തകം പറയുകയാണ്, നീ ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. ഇന്ന് പകൽക്കാലം അഭിഷേകം ചെയ്യപ്പെട്ട പ്രഭു ജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു മറവിടമാണ്, നിങ്ങളൊരു സങ്കേതമാണ്. അല്ല, നമ്മളൊരു മറവിടമാണ്, നമ്മളൊരു സങ്കേതമാണ്, നമ്മളൊരു നദിയാണ്, നമ്മളൊരു തണലാണ്. 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ ആണ് കാണിക്കുന്നത്. എന്നാൽ 6 തുടങ്ങി 8 വരെ ഞാൻ വിശദീകരിക്കുന്നില്ല. 6 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ പാപമുള്ള തലമുറയാണ് പ്രതിപാദിക്കുന്നത്. 6 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ പാപമുള്ള തലമുറയെ, ഞാനത് വായിക്കുന്നില്ല. എന്നാൽ 9 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ ഒരു സ്ലോത്ത്ഫുൾ ജനറേഷൻ, മടി പിടിച്ച ഉദാസീനമായിരിക്കുന്ന ഒരു തലമുറയാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് പകൽക്കാലം അതൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. നമ്മൾ മദ്യപിക്കുന്നില്ല, വെറിക്കൂത്തിന് പോകുന്നില്ല, സിനിമ കാണുന്നില്ല, അല്ലെങ്കിൽ അസഭ്യം പറയുന്നില്ല, നാട്ടിൽ കലഹമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നാം പൂർണ്ണരായി തീരുന്നില്ല, നീതിമാന്മാരായി തീരുന്നില്ല. പാപം പോലെ അല്ലെങ്കിൽ അകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ അതുപോലെ ശക്തമായിരിക്കുന്ന വിഷയമാണ് ആത്മീയ ജീവിതത്തിലെ ഉദാസീനത, ആത്മീയ ജീവിതത്തിലെ മടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകനായ ശമൂവേൽ പറഞ്ഞു, ഞാൻ പാപം ചെയ്യണമെങ്കിൽ ആരെങ്കിലും പോയി തല്ലിയാലല്ല എൻ്റെ പേരിൽ അത് പാപമായി കണക്കിടുന്നത്, ആരുടെയെങ്കിലും അടുക്കൽ പോയി വഴക്കുണ്ടാക്കിയാലല്ല എൻ്റെ മേളിൽ അത് പാപമായി കണക്കിടുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉദാസീനതയും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉദാസീനതയുമായിരിക്കും എൻ്റെ മേൽ പാപമായി കണക്കിടപ്പെടുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ കൃത്യവിലോപവും അകൃത്യവും പാപമാണ്, കൃത്യവിലോപവും പാപമാണ്. അകൃത്യവും പാപമാണ്, കൃത്യവിലോപവും പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഒരുപക്ഷെ അത് സാമൂഹിക കടപ്പാടായിരിക്കാം, ഒരുപക്ഷെ അത് മനസാക്ഷി നിന്നെ ഉണർത്തുന്നതായിരിക്കാം, ഒരുപക്ഷെ പരിശുദ്ധാത്മാവോ ദൈവദാസന്മാരോ പ്രബോധിപ്പിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ വചനത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിൽക്കുന്നതായിരിക്കാം. അത് പ്രവർത്തിക്കേണ്ടത് നിശ്ചയം നിർണയമാണ്. നമ്മൾ ചില വിഷയങ്ങളൊക്കെ അത് പ്രമാണമാണോ എന്ന് ചോദിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ ദശാംശം പഴയ നിയമത്തിൻ്റെതാണ്, ദശാംശം പുതിയ നിയമത്തിൽ ഇല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രസംഗിക്കരുത്, പഠിപ്പിക്കരുതെന്നൊക്കെ പറയും. അത് പഠിപ്പിക്കുന്നോ പ്രസംഗിക്കുന്നോ എന്നുള്ളതിനെക്കാട്ടിലും മുൻപേ ഞാനൊരു കാര്യം പറയട്ടെ. ദശാംശം ന്യായപ്രമാണത്തിൻ്റെ പ്രമാണമല്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രമാണം ദശാംശമാകുന്നതിന് മുന്നമേ, ന്യായപ്രമാണം സ്ഥാപിക്കപ്പെടുന്നതിന് മുന്നമേ, മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായിരിക്കുന്ന അബ്രഹാം തൻ്റെ ജീവിതത്തിൻ്റെ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ ശാവേത്താൽ വഴി തന്നെ എതിരേൽക്കാൻ അപ്പവും വീഞ്ഞുമായി കടന്നു വരുന്ന മൽക്കീസദേക്കിന് കൊണ്ടുപോയി ദശാംശം കൊടുത്തു. സീനായി മലയിലെ ന്യായപ്രമാണ പുസ്തകം വായിച്ചിട്ടല്ല ദശാംശം കൊടുത്തു തുടങ്ങിയത്. പകരം ദശാംശം എന്ന വാക്ക് മൽക്കീസദേക്കിൻ്റെ മുമ്പിലാണ് പറയുന്നത്. എന്നാൽ ഏറിയ കാലങ്ങൾക്ക് ശേഷം എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, അബ്രാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അന്ന് അവൻ്റെ കടിപ്രദേശത്തിലുണ്ടായിരുന്ന ലേവി ഇപ്പോൾ തിരികെ ദശാംശം വാങ്ങുന്നു എന്ന്. എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങളെ അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസാക്ഷിയാണ് അബ്രാമിൻ്റെ അടുക്കൽ ദശാംശം കൊടുക്കുവാൻ പറഞ്ഞത്. പിന്നീട് ദൈവം അബ്രാമിൻ്റെ മനസാക്ഷിയുടെ ബോധ്യത്തെ ദൈവം പിന്നീട് എന്താക്കി തീർത്തെന്നറിയാമോ? അബ്രാമിൻ്റെ മക്കൾക്ക് ഒരു നിയമമാക്കി കൊടുത്തു. അബ്രാമിൻ്റെ മക്കൾക്കൊരു നിയമമാക്കി കൊടുത്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ഉള്ളം നമ്മളോട്, നമ്മുടെ മനസാക്ഷി നമ്മളോട്, പരിശുദ്ധാത്മാവ് നമ്മളോട്, സമൂഹം നമ്മളോട്, വചനം നമ്മളോട്, സഭ നമ്മളോട്, അഭിഷക്തന്മാർ നമ്മളോട് പറയുന്നതായ നിയമങ്ങളെ അല്ലെങ്കിൽ കടപ്പാടുകളെ നാം ചെയ്യാതെ പോകുന്നുവെങ്കിൽ അത് പാപമാണ്. അകൃത്യം മാത്രമല്ല പാപം, കൃത്യവിലോപവും പാപമാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആകയാൽ അവിടെ സ്ലോത്ത്ഫുൾ
പവർഫുൾ ജനറേഷൻ, ചിന്തയില്ലാത്തവർ, ഉത്തരവാദിത്തമില്ലാത്തവരെ അവിടെ ശാസിക്കുകയാണ്. എന്നാൽ 14-ാം വാക്യം വരെ ചിന്തയില്ലാത്ത മനുഷ്യരുടെ നിർവിചാരത്വങ്ങളെ ശാസിക്കുന്ന ആ പ്രവാചകൻ അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം തീരും, എല്ലാ പ്രശ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് തീരും. എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിൽക്കുന്നതെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അണ്ടിൽ ദ സ്പിരിറ്റ് ബി poured, അണ്ടിൽ അവിടം വരെ മാത്രമേ ഈ പ്രശ്നങ്ങൾ മുഴുവനും നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ട് കഴിഞ്ഞാൽ കളറ് മാറും, പരിശുദ്ധാത്മാവ് പകരപ്പെട്ട് കഴിഞ്ഞാൽ പിക്ചറ് മാറും, പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞാൽ വിഷയം മാറും. അണ്ടിൽ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, അത് സംഭവിക്കും വരെ മാത്രമേ ഉള്ളൂ. നിനക്കെതിരായ ശത്രുവിൻ്റെ കളി, നിനക്കെതിരായ കഷ്ടതകൾ, നിനക്കെതിരായ ദുര്യോഗങ്ങൾ, നിനക്കെതിരായ പൈശാചിക അധികാരങ്ങൾ, അണ്ടിൽ ദ സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻ, പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നിടം വരെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നിടം വരെ പിശാച് വാലിട്ടാട്ടിയേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുടെ മുൻപാകെ കാര്യങ്ങൾ തിരിയുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് പകരുവോളം തന്നെ. ഇനിയും അവിടെ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഞാൻ ഇന്ന് എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ പറയട്ടെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ ദേശത്തിൽ ഒരു ഉണർവ് അയക്കണം, സഭകളിൽ ഒരു ഉണർവ് അയക്കണം, യൗവനക്കാരിൽ ഒരു ഉണർവ് അയക്കണം, കർത്താവെ വടക്കേ ഇന്ത്യയിൽ ഒരു ഉണർവ് അയക്കണം, കർത്താവെ ആഫ്രിക്കയിൽ ഉണർവ് അയക്കണം. പക്ഷെ പ്രവാചകൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എവിടെയാണ് പകരപ്പെടേണ്ടത്? അത് എൻ്റെ മേൽ പകരപ്പെടണം, എൻ്റെ മേൽ പകരപ്പെടണം, എൻ്റെ മേൽ പകരപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറയും, കർത്താവെ അവനൊന്ന് അഭിഷേകം പ്രാപിച്ചെങ്കിൽ പ്രശ്നം തീർന്നേനെ, കർത്താവെ അവളുടെ മേലൊരു ആത്മപകർച്ച ഉണ്ടെങ്കിൽ, നോ നോ നോ, എൻ്റെ മേലിറങ്ങുന്ന അഭിഷേകം എൻ്റെ വീടിൻ്റെ ഗതിയെ ചലിപ്പിക്കുമെന്ന്. എൻ്റെ മേൽ ആമേൻ, ട്രാൻസ്ഫോർമേഷൻ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് അനന്തരം, പകർച്ചയ്ക്ക് അനന്തരം 16 തുടങ്ങി 19 വരെയുള്ള 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറുകയാണ്. ഇതാണ് 32-ാം അധ്യായത്തിൻ്റെ ഒരു ലഘുവായ ഭാഗം. രാജാവ് നീതിയോടെ വാഴുമ്പോൾ ന്യായത്തോടെ പ്രഭുക്കന്മാർ അധികാരം നടത്തുന്ന ദൈവരാജ്യം, പാപം വഷളാക്കുന്ന തലമുറ, ഉദാസീനതയിൽ ഉലഞ്ഞു പോകുന്ന തലമുറ, പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുന്ന തലമുറ. ഇന്ന് പകൽക്കാലം പാപത്താൽ അലഞ്ഞു പോകുന്ന, ഉദാസീനതയാൽ വലഞ്ഞു പോകുന്ന ഒരു തലമുറയല്ല നമ്മൾ, പകരമോ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുന്ന ഒരു തലമുറയായി തീരും നമ്മൾ. വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാം. 32-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അതാണല്ലോ അഭിഷക്തന്മാരുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഈ ഉപവാസങ്ങളിലെ നിയോഗമായി കൈമാറിയത്. അതിലെ ചെറിയ എന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തിയ ചെറിയ വിഷയങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാം. വരും ദിനങ്ങളിൽ അതിശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാർ ഇതിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ആഴവും വെളിപ്പാടും മർമ്മങ്ങളും അധികാരവും മാനിഫെസ്റ്റേഷനുകളും ഇതിനകത്തുണ്ടാകുമെന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതിയിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, സമാധാനമുള്ള ഒരു വീടുണ്ട്, നിർഭയമുള്ള ഒരു വീടുണ്ട്, സ്വൈരമുള്ള ഒരു വീടുണ്ട്, വിശ്രാമിക്കത്തക്കതായ ഒരു സ്ഥലം ഉണ്ട്. 4 വാഗ്ദത്തങ്ങളാണ് പറയുന്നത്. 1 സമാധാനമുള്ള സ്ഥലം, 2 ഭയമില്ലാത്ത സ്ഥലം, 3 സ്വൈരതയുള്ള സ്ഥലം, 4 വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം. ഇത് 4ഉം ഉണ്ട്. ഇത് 4ഉം ഇല്ല എന്ന് ചിന്തിക്കരുത്, ഇത് 4ഉം ഉണ്ട്. പക്ഷേ ഈ വാഗ്ദത്തം സർവലൗകികമായ ഒരു വാഗ്ദത്തമല്ല. സർവലൗകികമായ ഒരു വാഗ്ദത്തം മുഴു മാനവരാശിക്കും വേണ്ടി ആമേൻ യഥേഷ്ടം വെച്ചു കൊടുക്കുന്ന ഒരു വാഗ്ദത്തം അല്ല ഈ വാഗ്ദത്തം. ഈ വാഗ്ദത്തം ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് വേണ്ടി മാത്രം ദൈവം പറയുന്ന വാഗ്ദത്തമാണ്. സമാധാനം മുഴു ലോകത്തിനുമെന്നല്ല പറഞ്ഞത്, നിർഭയത്വം സകല രാജ്യങ്ങളിലും എന്നല്ല പറഞ്ഞത്, സ്വൈര്യത സകല പട്ടണങ്ങളിൽ നിന്നല്ല പറഞ്ഞത്, വിശ്രാമം എല്ലാ വലിയ റിസോർട്ടുകളിലുമെന്നുമല്ല പറഞ്ഞത്. പകരം
എൻ്റെ ജനം എവിടെ പാർക്കുമോ അവിടെ സമാധാനം ഉണ്ടാകാം. എൻ്റെ ജനം എവിടെ വസിക്കുമോ അവിടെ നിർഭയത്വം ഉണ്ടാകും. എൻ്റെ ജനം എവിടെ വസിക്കുമോ അവിടെ സ്വൈര്യതയുണ്ടാകും. എൻ്റെ ജനം എവിടെ വസിക്കുമോ അവിടെ വിശ്രാമം ഉണ്ടാകും. അവിടെ തമ്പുരാൻ അധികാരത്തോടുകൂടി പറയുകയാണ്, മൈ പീപ്പിൾ, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആരംഭത്തിലെ ഭാഗം പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ നിങ്ങൾ പ്രയാസപ്പെടണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിർഭയത്വം ഉണ്ടാക്കാൻ നിങ്ങൾ പ്രയാസപ്പെടണ്ട. അത് ദൈവം ചെയ്തോളും. പകരം നമ്മൾ എന്തായി തീർന്നാൽ മതി? നമ്മൾ ദൈവത്തിന്റെ ജനമായി നിന്നാൽ മതി. നമ്മൾ ദൈവത്തിന്റെ ജനമായി നിന്നാൽ മതി. ഞാൻ ദൈവത്തിനുള്ളവൻ. അധരം തുറന്നിന്ന് പകൽ പറഞ്ഞ്, ഞാൻ ദൈവത്തിനുള്ളവൻ, ഞാൻ ദൈവത്തിനുള്ളവൻ. ആമേൻ. ഞാനൊരു ജാതിക്കുള്ളവനല്ല, ഞാനൊരു മതത്തിനുള്ളവനല്ല, ഞാനൊരു രാഷ്ട്രീയത്തിനുള്ളവനല്ല, ഞാനൊരു സംഘടനയ്ക്കുള്ളവനല്ല, ഞാൻ സഭയിലെ ഇന്ന ഗ്രൂപ്പിനുള്ളവനല്ല, ഞാൻ ഇന്ന വിഭാഗത്തിനുള്ളവനല്ല, ഞാൻ ഇന്ന കൂട്ടുകാരുടെ കൂടെ ഉള്ളവനല്ല. ഞാൻ ആർക്കുള്ളവനാണെന്ന് ചോദിച്ചാൽ എന്നെ എന്റേതെന്ന് പറയാൻ അവകാശമുള്ള, എന്നെ എന്റേതെന്ന് പറയാൻ അവകാശമുള്ള ഒരേ ഒരുത്തനെ ഇന്ന് ഉലകത്തിലും സ്വർഗത്തിലുമുള്ളോ അത് ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്. ഇവൻ ഞങ്ങളുടെ ആളെന്ന് ആരും പറയണ്ട. ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാണെന്ന് ആരും പറയണ്ട. ഐ ബിലോങ് ടു ഗോഡ്. ഐ ആം ദ പൊസഷൻ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ വകയാണ്. ഒരു നിമിഷം ആദരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ ദൈവത്തിന്റെ വകയാണ്. എൻ്റെ ജനം. അപ്പോൾ ചോദിക്കും, ആരാണ് എൻ്റെ ജനം? യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിലൊരു 5 ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഇന്ന് പകൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിന്റെ ജനത്തിന്, എൻ്റെ ജനം എന്ന് പറയുന്ന ഒരുത്തന് മാത്രമേ ഈ 4 അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ജനമെന്ന് ദൈവം ഒരുത്തനെ കുറിച്ച് പറഞ്ഞാലേ അവന് സമാധാനം ഉണ്ടാകത്തുള്ളൂ, അവന് നിർഭയത്വം ഉണ്ടാകത്തുള്ളൂ, അവന് സ്വൈര്യത ഉണ്ടാകത്തുള്ളൂ, അവന് റെസ്റ്റ്, അവന് വിശ്രാമം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. നിങ്ങൾ വിശ്രാമം ഉണ്ടാക്കണ്ട, നിങ്ങൾ സ്വൈര്യത ഉണ്ടാക്കണ്ട, നിങ്ങൾ ഭയം പോകാൻ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ ബന്ധപ്പെടണ്ട. പകരം നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾ ദൈവത്തിന്റെ അല്ല, നമ്മൾ ദൈവത്തിന്റെ ജനമായിരുന്നാൽ മതി. ദൈവത്തിന്റെ ജനമായിരുന്നാൽ മതി. എന്താണ് ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത? യെരമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് കാൽവറിയെ കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ്. എന്നാൽ അതിലെ എല്ലാ ഭാഗത്തെയും ഞാൻ എടുക്കുന്നില്ല. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം. അന്ന് ഈ കാലം എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമം മാറിപ്പോയിട്ട് പുതിയ നിയമം ചെയ്യും. ഞാൻ എൻ്റെ ന്യായപ്രമാണം 2 കൽപ്പലകകളിൽ എഴുതി മോശയുടെ കയ്യിൽ കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ആമേൻ. ഞാൻ ന്യായപ്രമാണം എഴുതി അവരുടെ കൈകളിൽ കൊടുക്കുമെന്നല്ല, ഞാൻ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതി അവരുടെ ഉള്ളിൽ കൊടുക്കും. ആമേൻ. ആമേൻ. മോശ ന്യായപ്രമാണം 10 കൽപ്പനകളെ കൽപ്പലകകളിൽ എഴുതി. മോശ ന്യായപ്രമാണം പുസ്തകത്തിൽ എഴുതി. അത് ജനത്തെ വായിച്ചു കേൾപ്പിച്ചോ, ചോര തളിച്ചത് സൂക്ഷിച്ചു വെച്ചോ. ആമേൻ. എന്നാൽ പഴയ നിയമ കാലഘട്ടം കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ന്യായപ്രമാണം ഒരു പുസ്തകത്തിൽ എഴുതിയോ കൽപ്പലകയിൽ എഴുതിയോ അല്ല, അവൻ്റെ മാംസ പലകയ്ക്കകത്ത് ഞാൻ എഴുതി എൻ്റെ പ്രമാണം ഞാൻ അവൻ്റെ അകത്താക്കും. എൻ്റെ പ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതാം. ആ ഹൃദയത്തിൽ എൻ്റെ വചനം എഴുതപ്പെട്ട് കഴിഞ്ഞാൽ, ഹൃദയങ്ങളിൽ എൻ്റെ വചനം കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ആർക്കുള്ളവനായിരിക്കും?
ആയിരിക്കും, അവൻ ദൈവത്തിനുള്ളവനായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നവനല്ല ദൈവത്തിനുള്ളവനാകുന്നത്. ഇതിനകത്തുള്ളത് ഇതിനകത്തായി തീരണം. ആമേൻ. ഇതിനകത്തുള്ളത് ഇതിനകത്തായി തീരണം. ഇതിനകത്തുള്ളത് ഇതിനകത്തായി തീരണം. ഇതിനകത്തുള്ളത് ഇതിനകത്തായി തീരണം. ഒരു നിമിഷം ബൈബിളുകളെ കരങ്ങളിൽ എന്തിയൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഇതെന്റെ ഹൃദയത്തിലാക്കി തരണമേ, ഇതെന്റെ ഹൃദയത്തിലാക്കി തരണമേ. കർത്താവേ, വർഷം കുറേയായി ഞാൻ ഇത് എടുത്തോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ അത് പോരെന്റെ അപ്പായേ, ഇതെന്റെ ഹൃദയത്തിലാക്കി തരണമേ. അങ്ങയുടെ കൽപ്പനകൾ, അങ്ങയുടെ ഉപദേശങ്ങൾ, അങ്ങയുടെ വചനങ്ങൾ, അങ്ങയുടെ പ്രമാണങ്ങൾ അതെന്റെ ഹൃദയത്തിലാക്കി തരണമേ. കണ്ടോ, ദൈവത്തിന്റെ വചനം ആരുടെ അകത്ത് കിടക്കുന്നോ അവൻ ദൈവത്തിനുള്ളവനായി മാറ്റപ്പെടും. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ പറഞ്ഞ ശാപവാക്കുകളെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനല്ല, പിശാചിന്റെ നിയമങ്ങളെ ഉള്ളിൽ വെച്ച് നടക്കുന്നവനല്ല, ലോകത്തിന്റെ ഫിലോസഫിയെ അകത്ത് വെച്ചുകൊണ്ട് നടക്കുന്നവനല്ല. ആമേൻ. ആധുനികതയുടെ നാഗരികതയുടെ മാറ്റങ്ങളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനല്ല, കയ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനല്ല, വെറുപ്പും വിദ്വേഷവും ഇന്നലെയുടെ മുറിവുകളും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനല്ല. പകരം എന്റെ വചനം, എന്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അത് ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതും. ആമേൻ. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല, എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. അവരും ഇവരും പറഞ്ഞതൊക്കെ ഹൃദയത്തിൽ വെച്ചാൽ നീ ദൈവത്തിന്റെ ജനമാകത്തില്ല. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, അവരും ഇവരും പറഞ്ഞതൊന്നും എൻ്റെ ഹൃദയത്തിൽ ഇല്ലെന്ന് പറഞ്ഞേ, അവരും ഇവരും പറഞ്ഞതൊന്നും ഹൃദയത്തിലില്ല. ആ ശാപവാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇല്ല. ആമേൻ. ആ പരിഹാസവാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇല്ല. ആ വിമർശനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇല്ല. ആ കുത്തുവാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇല്ല. പകരം എൻ്റെ ഹൃദയത്തിൽ ഇപ്പൊ ഒന്നേ ഉള്ളൂ, അവൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തം, അവൻ എന്നോട് ചെയ്ത നിയമ, അവൻ എന്നോട് പറഞ്ഞ കൽപ്പനകൾ, അവൻ എൻ്റെ മേൽ പറഞ്ഞ നിയോഗ, അവൻ എന്നോട് പറഞ്ഞത്. ഹോളി സ്പിരിറ്റ്. ആമേൻ. ഇനി അടുത്ത ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. ന്യായപ്രമാണം, വചനം അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബൈബിൾ സ്നേഹിക്കുന്ന, ഞാൻ ബൈബിൾ എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുകയാണ്, വചനം സ്നേഹിക്കുന്ന, വചനം നിരന്തരം വായിക്കുന്ന, വചനത്തെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഹൃദയത്തിനകത്ത് വചനം എഴുതിയാലുള്ള പ്രത്യേകത. അടുത്ത വാക്യം. ആമേൻ. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. ആമേൻ. ഒരു റെഗുലർ ബൈബിൾ റീഡിംഗ് ഉള്ള, ഒരു റെഗുലർ ബൈബിൾ മെഡിറ്റേഷൻ ഉള്ള, ഒരു റെഗുലർ ബൈബിൾ സ്റ്റഡിയിങ് ഉള്ള ഒരു കുടുംബത്തിനകത്ത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ അടുത്ത മുറി ചെന്ന് വഴക്കുണ്ടാക്കേണ്ടി വരത്തില്ല, പിള്ളാരെ ഇട്ട് വളയ്ക്കേണ്ടി വരത്തില്ല, കുടുംബത്തെ തിരിക്കേണ്ടി വരത്തില്ല. ആമേൻ. അവിടെ ഉപദേശിക്കേണ്ടി വരികയില്ല. ആമേൻ. അവർ ടീച്ചറാകേണ്ടി വരത്തില്ല. എന്നിട്ട് അടുത്തത് പറയുകയാണ്, അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. വചനം അകത്ത് കയറിയാൽ നമ്മൾ ആരെ അറിയും? വചനം അകത്ത് കയറിയാൽ ദൈവത്തെ അറിയും. ഇന്ന് പകൽ നീ എത്രത്തോളം വേർഡിനകത്ത് ഇമ്മേഴ്സ് ആകുന്നോ, എത്രത്തോളം വേർഡിനകത്ത് നീ ഇരിക്കുന്നോ, അത്രത്തോളം നീ ദൈവത്തെ അറിയോ, അവന്റെ ശക്തിയെ അറിയോ, അവന്റെ മഹത്വത്തെ അറിയോ, അവന്റെ കൃപയെ അറിയോ, അവന്റെ വിടുതലുകളെ അറിയോ, അവന്റെ തേജസ്സിനെ അറിയും. Los Mehenia Lasania Lakor Mehenia Abesh Mahonia. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മിഡ് ഇയറിൽ നിൽക്കുകയാണ്. ഒരു വർഷത്തിന്റെ 6ാം മാസത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ആമേൻ. ഇനി നമ്മുടെ മുമ്പിലുള്ള ഈ 7 മാസങ്ങൾ വെച്ച്, ആമേൻ, ഇതുവരെയും നിങ്ങൾ ബൈബിൾ റീഡിംഗ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിസംബർ 31-നകത്ത് ഇത് മുഴുവനും, ഇതിലെ ഓരോ അക്ഷരങ്ങളിലും എൻ്റെ കണ്ണുപതിയും, ഇതിലെ ഓരോ അക്ഷരങ്ങളിലും എൻ്റെ കണ്ണുപതിയും, ഇതിലെ ഓരോ താളുകളിലും എൻ്റെ വിരലുകൾ ഓടും.
ലാംസിയ പ്രമാജാനിയ ലാസിയ പ്രവസ്മതോനിയ. ആമേൻ ആമേൻ. സെപ്പറേറ്റഡ് ടൈം ഫോർ ബൈബിൾ റീഡിംഗ്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നമേ 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ മാറ്റിവെക്കാമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ മാറ്റിവെക്കാമോ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു തീരുമാനമെടുക്ക. അമ്മേ, എനിക്ക് ദൈവത്തെ അറിയണം, അവന്റെ വിടുതലുകൾ അറിയണം, അവന്റെ അത്ഭുതങ്ങൾ അറിയണം, അവന്റെ വീര്യപ്രവർത്തികൾ അറിയണം. അമ്മേ, എനിക്ക് അവനെ ഒന്നുകൂടെ ഇന്റിമേറ്റ് ആയിട്ട് എനിക്ക് അവനെ ഒന്ന് അറിയണം. അതിനെന്ത് ചെയ്യണോ? എനിക്ക് അമ്മേ, ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തു കയറണം. ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തു കയറണം. വചനം അകത്ത് കയറി കഴിഞ്ഞാൽ ദൈവം ആരാന്നറിയും. ആമേൻ. വചനം അകത്ത് കയറിയാൽ ദൈവം ആരാന്നറിയാൻ തുടങ്ങും. ആമേൻ. നമ്മൾ പലരുടെ അടുക്കലും പറയാം അവനാരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വചനം അകത്ത് കയറി കഴിഞ്ഞാൽ അവനാരാന്ന് നമ്മൾ അറിയണ്ട. പകരം എന്ത് ചെയ്യണം? ദൈവം ആരാന്നറിയണം. ശൗലിന് ഗോലിയാത്ത് ആരാണെന്ന് നന്നായിട്ട് അറിയാം. ആമേൻ. അതുകൊണ്ടല്ലേ പറഞ്ഞത് അവൻ ബാല്യം മുതലേ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കിൻഡർ ഗാർട്ടൻ വരെയുള്ള ചരിത്രം ശൗല് പഠിച്ചിട്ട് വന്ന് നിൽക്കുക. എൻ്റെ ശൗലെ, നീ ഗോലിയാത്തിന്റെ കിൻഡർ ഗാർട്ടൻ ചരിത്രം പഠിച്ചു വന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ദേ ഇപ്പുറത്തുനിന്ന് ഒരുത്തൻ കയറി വരുന്നോ? അവന് ഗോലിയാത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫി അറിയത്തില്ല. പക്ഷേ അവൻ ഇസ്രായേൽ നിരകളുടെ അധിപനായി നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയെ അറിയാം. അവൻ യുദ്ധം ജയിച്ചു. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Amen, amen, amen. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്ന്, ദൈവത്തിന്റെ വചനം അകത്തു കയറുമ്പോൾ അവൻ ദൈവമഹത്വത്തെ അറിയാൻ തുടങ്ങും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും എന്ത് ചെയ്യുക? ഓർക്കാതെ വണ്ണം ദൈവം മായ്ച്ചു കളയും. ഒരു ഡീപ് സാങ്ക്ടിഫിക്കേഷൻ, ഒരു ഡീപ് സാങ്ക്ടിറ്റി ഒരു മനുഷ്യന്റെ അകത്തേക്ക് വരിക. ആമേൻ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശുദ്ധരാകുമെന്നാണോ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ വിശുദ്ധരാകുമെന്നാണോ കർത്താവ് പറഞ്ഞേ? അല്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുന്നു. അപ്പം നമ്മൾ കുറെ പ്രസംഗിക്കുമ്പോഴല്ല, നമ്മൾ കുറെ കേൾക്കുമ്പോഴാണ്. യെസ്, ആമേൻ. ഞാൻ നാട് നീളെ നടന്ന് പ്രസംഗിച്ചാൽ ഞാൻ വിശുദ്ധനാകുമോ? ഇല്ല. പകരം ആമേൻ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ, ഞാൻ തിരുവചനത്തെ അകത്താക്കാൻ ഞാൻ ശ്രവിക്കാൻ തുടങ്ങിയാൽ, ആമേൻ ആമേൻ ആമേൻ, ശുശ്രൂഷയല്ല ഒരുത്തനെ വിശുദ്ധനാക്കുന്നത്, പകരം ദൈവ സാന്നിധ്യമാണ് ഒരുത്തനെ വിശുദ്ധനാക്കുന്നത്. ഹോളി സ്പിരിറ്റ്. ആമേൻ. എന്നിട്ട് അതിന്റെ 36-ാം വാക്യത്തിലെ ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞുക. യെരമ്യാ 31:36 അവിടെ പറയുന്ന ഭാഗം ഇതാണ്: ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം. അവിടെ മാത്രം മതി. അപ്പം ഒരുത്തൻ്റെ അകത്ത് വചനം കയറിയാൽ ദൈവം ആരോടും കൂടെയാ ഉടമ്പടി ചെയ്യുന്നതെന്നറിയാമോ? അവനോടുകൂടെയും അവൻ്റെ തലമുറകളോടുകൂടെയും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം നോഹയെ നീതിമാൻ എന്ന് കണ്ടു. നോഹ പെട്ടകത്തിൽ കയറി, നോഹയെ ഓർത്തു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം നോഹയെ ഓർത്തു. 9-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നോഹയെ അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ്. പക്ഷേ 7-ാം അധ്യായത്തിൽ ദൈവം നോഹയെ മാത്രമായിട്ടാണ് സംസാരിക്കുന്നത്. 8-ാം അധ്യായത്തിൽ നോഹയുടെ കൂടെയുള്ള എല്ലാവരെയും ഓർക്കുകയാണ്. പക്ഷെ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. ആമേൻ. 8-ാം അധ്യായം വരെ ദൈവവും നോഹയും കൂടെ പേഴ്സണൽ ബന്ധമായിരുന്നു. പക്ഷെ 9-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതൊരു ജനറേഷണൽ റിലേഷനായി മാറ്റപ്പെട്ടു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ജനമായി നിൽക്കാൻ അവൻ്റെ ന്യായപ്രമാണത്തെ നീ അകത്തേക്ക് ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, അതുകൊണ്ടാ ആമേൻ, തേനിനെ പോലെ തേങ്കട്ടയെ പോലെ മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ആമേൻ. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ടു റീഡ്, ബട്ട് ഇറ്റ് ഈസ് to meditate. It is to അത് വായിച്ചു കളയാനുള്ളതല്ല, അത് അയവിറക്കത്തക്കവണ്ണം ഹൃദയത്തിലേക്ക് കയറാനുള്ളതാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്ന്, ദൈവത്തിന്റെ ജനത്തിന്റെ അകത്ത് എന്ത് കിടക്കും? ദൈവത്തിന്റെ
വചനം കിടക്കും. രണ്ട്, ദൈവജനത്തിന്റെ പ്രത്യേകത. ഞാൻ 1-2 ഭാഗങ്ങളെ പറയുന്നുള്ളൂ, മുമ്പോട്ട് പോകും. സെഖറിയ പ്രവചനം 13-ാം അധ്യായം, സെഖറിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സെഖറിയ പ്രവചനം 13-ാം അധ്യായം 9-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: 1/3 ഞാൻ തീയിൽ കൂടി കടത്തി, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും. ആമേൻ. ഇവിടെ ആരെയാണ് ദൈവം തൻ്റെ ജനമെന്ന് വിളിക്കുന്നതെന്നറിയാമോ? അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി പറയുകയാണ്, ആമേൻ, 1/3 ഞാൻ തീയിൽ കൂടി കടത്തി, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും എന്ന് പറയുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് റിഫൈൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഴുക്ക് നീക്കുക, ശുദ്ധീകരിക്കുക. ആമേൻ. എന്നാൽ പൊന്ന് ശോധന കഴിക്കുക എന്നുള്ളതിന് പറയുന്നത് ട്രൈഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ കഷ്ടതയ്ക്ക് 2 തലങ്ങളുണ്ട്. ആമേൻ. ഒരു മനുഷ്യന്റെ കഷ്ടതയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന്, കഷ്ടത നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കും. കഷ്ടത നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുക. ആമേൻ. നിന്റെ വചനങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ആമേൻ. ജീവിതത്തിന്റെ കഷ്ടതകൾ നമ്മുടെ ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ, കുറവുകളെ ദൈവസന്നിധിയിൽ തിരിച്ചറിയുവാൻ. യാക്കോബിന്റെ ലേഖനത്തിൽ രോഗിയായി നിൽക്കുന്നവൻ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. മാത്രമല്ല, ഒരുവൻ രോഗിയായി കിടക്കുമ്പോൾ സഭയിൽ നിന്ന് മൂപ്പന്മാർ വന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെയാ പാപം ഏറ്റുപറയുന്നത്? തമ്മിൽ പാപങ്ങൾ. അപ്പൊ ഒരുവന്റെ രോഗം സഭയ്ക്ക് മുഴുവനും എന്തായി തീർന്നു? വിശുദ്ധീകരണമായി തീർന്നു. അപ്പം ജീവിതത്തിന്റെ കഷ്ടതകൾ, യോനയുടെ കപ്പലിൽ അടിച്ച കാറ്റ് യോനയുടെ മാനസാന്തരത്തിന് കാര്യമായി തീർന്നു. അപ്പം ജീവിതത്തിൽ റിഫൈനിങ് ട്രയൽസ് ഉണ്ട്. നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെ എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കുക. പക്ഷേ എല്ലാ കാലവും കഷ്ടതകൾ വിശുദ്ധീകരണത്തിനല്ല, അതിന് അടുത്ത ഒരു തലമുണ്ട്. അത് വിശുദ്ധീകരണമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ആമേൻ. ട്രൈഡ് എന്ന് പറഞ്ഞാൽ ദൈവം പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിന്റെ കഷ്ടതയിൽ കൂടെ ഇയ്യോബ് വിശുദ്ധീകരിക്കപ്പെടുകയായിരുന്നോ? അല്ല, ഇയ്യോബിന്റെ കഷ്ടതയിൽ കൂടെ ഇയ്യോബ് പ്രൂവ് ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ അടിക്കടി കടന്നു വരുമ്പോൾ, ആമേൻ, ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന, വളരെ നാളുകളായി ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ചില ദൈവമക്കളുടെ ഹൃദയത്തിനകത്തൊരു നീറ്റൽ കാണും. കർത്താവേ, ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്ന എത്രയോ പേർ ഒറ്റ ആരാധനയ്ക്ക് രക്ഷപ്പെട്ടിട്ട് പോയി, 2 ആരാധനയ്ക്ക് രക്ഷപ്പെട്ടിട്ട് പോയി. പക്ഷെ ഞാൻ ഇത്ര നാളായിട്ടും എന്ത് ചെയ്യുകയാണ്? ഈ വെള്ളി ഊതി കഴിക്കും പോലെ, ഈ തീയിൽ കൂടെ പോലെ ഞാൻ പോവുകയാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ കിട്ടി, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ കിട്ടി. അവർക്ക് കഴിഞ്ഞ സൺഡേ വിടുതൽ കിട്ടി, ഇവർക്ക് കഴിഞ്ഞ 7 days ഫാസ്റ്റിംഗിൽ വിടുതൽ കിട്ടി. പക്ഷെ എൻ്റെ പ്രശ്നം ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? അത് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് വരികയാണ്. എന്താണ് കാര്യം? കർത്താവ് പറയുകയാണ്, നിന്നെ ശുദ്ധീകരിക്കാൻ ഒരു കാലത്ത് ഞാൻ നിന്നെ ഒത്തിരി തീക്കകത്തുകൂടി കടത്തിയിരുന്നു. പക്ഷേ നിന്റെ വേദനകൾ നീ പാപിയായതുകൊണ്ടോ, നിന്റെ പക്കൽ എന്തെങ്കിലും ദോഷമുണ്ടായതുകൊണ്ടോ, നിന്നെ കൊള്ളാത്തത് കൊണ്ടോ അല്ല. പകരമോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെന്ന് തെളിയും. നിനക്കെതിർ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മുൻപാകെ, ദുഷ്ടന്റെ ക്ലെയിമുകളുടെ മുൻപാകെ നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് നിന്നെ തെളിയിക്കാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. കഷ്ടത 1 എന്റെ വിശുദ്ധിയായി തീരുമെങ്കിൽ, കഷ്ടത 2 അതെന്റെ തേജസ്സായി മാറ്റപ്പെടുക. ഇന്ന് പകൽ പറഞ്ഞേ, 1 കഷ്ടത ഈ ഭൂമിയിൽ എന്നെ വിശുദ്ധനാക്കുമെങ്കിൽ, കഷ്ടത 2 നിത്യതയിൽ എന്നെ തേജസ്സുള്ളവനാക്കി തീർക്കുക. ആമേൻ. ഈ കഷ്ടതയിൽ വിശുദ്ധീകരിക്കപ്പെടുകയോ, ഈ കഷ്ടതയിൽ കൂടെ തേജസ് പ്രാപിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അവനെ എന്ത് വിളിക്കോ? അവൻ എനിക്കുള്ളവൻ, അവനെ ഞാൻ എൻ്റെ ജനമെന്ന് വിളിച്ചു പറയോ. സെഖറിയ 13:1
9, അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും. ഞങ്ങള് ദൈവമക്കളാണെന്ന് നമ്മൾ പറയുന്നല്ല പറഞ്ഞത്, പകരമോ അവൻ എന്റേതാണെന്ന് ദൈവം പറയോ. അതിനെന്താ ക്വാളിറ്റി എന്നറിയാമോ? അവനെ ഞാൻ വെള്ളി ഊതി കഴിക്കും പോലെ ഊതി കഴിച്ചോ. പൊന്ന് പരിശോധിക്കും പോലെ അവൻ പരിശോധിക്കപ്പെട്ടോ. ഓരോരുത്തർ വന്നപ്പോഴും പറഞ്ഞോ ഇത് ചുമ്മാതെ മുക്കുപണ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു ഒരച്ചു നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഓരോ പാതാള ശക്തികളോ, ഓരോ ദേശാന്തകാര ശക്തികളോ, ഓരോ പ്രതികൂലങ്ങളും വന്നിട്ട് പറഞ്ഞു ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പക്ഷേ എന്റെ രക്തത്താൽ വീണ്ടെടുത്ത് എന്റെ കൃപ കൊണ്ട് അഭിഷേകം ചെയ്ത് ലോകസ്ഥാപനത്തിന് മുന്നമേ എന്റെ നിത്യനിർണയത്താൽ ഞാൻ അവനെ തെരഞ്ഞെടുത്തത് അവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്നോ, രാത്രിയുടെ യാമങ്ങളിൽ എന്റെ മുമ്പാകെ നിലമ്പാട് വീണ് കരയുന്നവനാണെന്നോ, എന്റെ നിയോഗത്തിൽ അവൻ ചലിക്കുന്നവനാണെന്നോ, എന്റെ വാഗ്ദത്തങ്ങൾ അവന്റെ മേൽ കിടപ്പുണ്ടെന്നോ ഞാൻ പ്രൂവ് ചെയ്യേണ്ടതിന് ഞാൻ പറഞ്ഞു എടുത്തൊരച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഒരച്ചാ പോരാ, എത്ര സ്വർണം, എത്ര തങ്ക, എത്ര ചെമ്പുണ്ടെന്ന് അറിയണമെന്ന്. തമ്പുരാൻ പറഞ്ഞു ഒരച്ചിട്ട് മതിയായില്ലെങ്കിൽ നീ അതിനെ ഒന്ന് ഉരുക്കി നോക്ക്. ഉരുക്കുമ്പം തട്ടാൻ അറിയാലോ അകത്ത് ചെമ്പ് കറങ്ങിയിട്ടുണ്ടോ എന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതല് ചില പരിശോധനകൾ ആദ്യം ഒരു ഒരസലായിരിക്കും, പക്ഷെ ഒരസലിൽ തീരാതെ അത് അഗ്നിക്കകത്ത് ഉരുകുമ്പോൾ നീ അറിയണം the Lord is proving me. കർത്താവേ ഇത്രയൊക്കെ എന്നെ പ്രൂവ് ചെയ്തിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? എടാ നിനക്കൊരു ഐഡന്റിറ്റി കിട്ടോ. നീ എന്റേതെന്ന് പറയുന്ന ദൈവത്തിൻ്റെത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, കഷ്ടതയുടെ ഉരകല്ലിൽ ഉരയ്ക്കപ്പെട്ട് പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ ഉരുകപ്പെടുന്ന ദൈവത്തിന്റെ പൈതല്, നീ ദൈവത്തിന്റെ ജനമാണ്. നീ സമാധാന നിവാസത്തിലോ, നിർഭയ വസതിയിലോ, സ്വൈര്യതയ്ക്കകത്തോ, വിശ്രാമത്തിനകത്തും പാർക്ക. ഇന്നിന്റെ പ്രതികൂലങ്ങളെ നോക്കി പറ, ഞാൻ ദൈവ പൈതലാണ്. I shall dwell in the peaceable habitation. ഒരു നിമിഷം കരമടിച്ച് പ്രതികൂലങ്ങളുടെ തീച്ചൂളയിൽ നിന്ന്, പ്രതിസന്ധികളുടെ കനലുകളിൽ നിന്ന് പറ, I shall dwell in the peaceable habitation. Jesus. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരെ ഒരയ്ക്കുമ്പോൾ, അവരെ തീയിലിടുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസാ. ഞാൻ അവരെ തീയിലിടും, ഞാൻ അവരെ ഒരയ്ക്കും. അപ്പോൾ അവരെന്തോ ചെയ്യും? എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് കോൺഫിഡൻസാ. ഇവനൊരു കഷ്ടം വന്നാൽ ഇവൻ എന്ത് ചെയ്യും? അവൻ എന്നെ വിളിക്കും. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ അവരുടെ കിലുക്കത്തിന്റെയോ അവരുടെ ടോയ്സിന്റെയോ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമ്പോ ഇവർക്കറിയാം എന്താണെന്ന്. അവൻ അവിടെ സുഖമായിട്ടിരിക്കുകയാണെന്ന്. നിശബ്ദത വന്നു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ഒന്ന് അലേർട്ടാകും. അവൻ അവിടുന്ന് ഓടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ ആദ്യം ചോദിക്കും, എന്തു പറ്റി മോനെ? അപ്പൊ അമ്മയ്ക്കറിയാം അവൻ അവിടെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു അലേർട്ടായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യോ? അവൻ ഓടി എൻ്റെ അടുക്കൽ വരുമോ? ഇതാണ് ദൈവത്തിന് എന്നെ നിങ്ങളെ കുറിച്ചുള്ള ട്രസ്റ്റ്. പ്രതിസന്ധി വരുമ്പോൾ ഞാൻ മൗനമാകത്തില്ല, വെല്ലുവിളി വരുമ്പോൾ ഞാൻ മൗനമാകത്തില്ല. പകരം എൻ്റെ അധരങ്ങളിൽ നിന്ന് യേശുവേ എന്ന് ശബ്ദമുയരോ, ദൈവമേ എന്ന് ഞാൻ വിളിച്ചു തുടങ്ങോ. അപ്പോൾ ഞാൻ ഉത്തരമരുളോ. എന്നിട്ട് പറയുക, പ്രതിസന്ധിയിൽ അവൻ സങ്കടപ്പെട്ട് പിറുപിറുക്കത്തില്ല, പ്രതിസന്ധിയിൽ അവൻ ഡിപ്രഷനിലേക്ക് പോകത്തില്ല. പകരം പ്രതിസന്ധിക്കകത്ത് അവൻ പ്രാർത്ഥനയ്ക്ക് വരാതെ മുറി കയറി ഇരിക്കത്തില്ല. കഷ്ടതയ്ക്കകത്ത് അവൻ ബൈബിള് പൂട്ടി ഇനി പരിപാടി തീർത്തെന്ന് പറയത്തില്ല. പകരം അതിനകത്ത് വെള്ളി ഊതി കഴിക്കും പോലെ ഊതി കഴിക്കപ്പെടുമ്പോൾ, പൊന്നുരുകുന്നത് പോലെ ഉരുകപ്പെടുമ്പോൾ, അതൊരു പക്ഷെ റിഫൈനിങ് ട്രയൽ ആകട്ടെ, അതൊരു പക്ഷെ ഒരു പ്രൂവിംഗ് ട്രയൽ ആകട്ടെ, അതിനകത്ത് അവൻ എന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അപ്പോൾ ഞാൻ പറയോ, അവൻ എന്റെ ജനമാണെന്ന്.
ഇസ്രായേലിന് വേണ്ടി ദൈവം മിസ്രൈമിൽ ഇറങ്ങി വന്ന് ഫറവോന്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന്. എന്തിനു വേണ്ടിയാ വിട്ടയക്കുന്നതെന്ന് അറിയാമോ? ആരാധിപ്പാൻ. എന്ന് പറഞ്ഞാൽ ടു സെലിബ്രേറ്റ്, റിലീസ് മൈ പീപ്പിൾ ടു സെലിബ്രേറ്റ്. ഫറവോന്റെ അടുക്കൽ മോശയുടെ അടുക്കൽ പറയുക, നീ ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് പറയണ, അവന്റെ അടുക്കൽ ചെന്ന് പറയണ, റിലീസ് മൈ പീപ്പിൾ ടു സെലിബ്രേറ്റ്. അപ്പൊ ചോദിക്കാം, അപ്പൊ മോശയുടെ അടുക്കൽ അതിനു മുമ്പ് എന്തുവാ ദൈവം പറഞ്ഞതെന്നറിയാമോ? എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടോ. ദൈവം മോശയുടെ അടുക്കൽ പറയാ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടോ, അതുകൊണ്ട് നീ പോയി ഫറവോനോട് പറയണം, എന്റെ ജനത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ വിട്ടുതരണമെന്ന്. അമേൻ. ഇവിടെ നിലവിളി സെലിബ്രേഷനായി മാറി, കരച്ചില് ആരാധനയായി മാറി. പക്ഷേ പ്രിഫിക്സ് ചെയ്ത എന്റെ ജനം തന്നെയായി നിന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനം നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഏത് വിഷയത്തിൽ നിലവിളിച്ചിട്ടുണ്ടോ ആ വിഷയത്തിൽ നീ ആരാധിക്കുമെന്ന്. പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന രണ്ടാം ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ മകനെ തിമോഥെയോസേ, ഞാൻ നിന്നെ കുറിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം എന്ത് വരും എന്നറിയാമോ? നിന്റെ കണ്ണുനീര് എനിക്ക് ഓർമ്മ വരും എന്ന് പറഞ്ഞാൽ പൗലോസ് രണ്ട് ഭാഗമായി ഞാൻ പറയാം. ഒന്ന്, തിമോഥെയോസ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. രണ്ട്, തിമോഥെയോസും പൗലോസും കൂടെ പിരിയുന്ന സമയത്ത് ഈ തിമോഥെയോസ് എന്ത് ചെയ്യുകയായിരുന്നു അറിയാമോ? അവന്റെ കണ്ണുനീര് പൗലോസിന്റെ മുഖത്തുനിന്ന് മാറുന്നില്ല. അവന്റെ കരഞ്ഞു കലങ്ങിയ ചുവന്ന കണ്ണുകൾ അവനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് പൗലോസിന് മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ നിന്റെ കരഞ്ഞു കലങ്ങിയ, ഒരിക്കൽ ഞാൻ നിന്റെ ചുവന്ന കണ്ണുനീര് കണ്ടതാണെങ്കിൽ എൻ്റെ അകത്തൊരു കൊതിയുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ സന്തോഷപൂർണനായി ഞാൻ കാണും. എന്നിട്ട് മൂന്നാം വാക്യത്തിൽ പറയുകയാണ്, നിന്നെ കുറിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ആയുസ് തീർന്നെന്നല്ല. അതിൻ്റെ നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിന്റെ ഓർമ്മ നിമിത്തം ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പൗലോസ് തിമോഥെയോസിനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് തിമോഥെയോസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ചെയ്തു. ഇന്ന് പകൽ നീ അറിയണം, നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ ആരാധിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ തലമുറ ഓർത്ത് നീ കരഞ്ഞവനാണെങ്കിൽ, കരഞ്ഞവളാണെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒത്തിരി മീലുകളെ സ്കിപ്പ് ചെയ്ത് ഉപവസിച്ചവളാണെങ്കിൽ, നീ ചർച്ചിന് മുഴുവനോ ഫീസ്റ്റ് കൊടുക്കുന്നവനായിരിക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒറ്റയ്ക്ക് ഫാസ്റ്റ് ചെയ്തിട്ടുള്ളവനാണെങ്കിൽ, നിന്റെ സൊസൈറ്റിക്ക് മുഴുവനോ നിന്റെ തലമുറയുടെ പേരിൽ നീ ഫീസ്റ്റ് അറേഞ്ച് ചെയ്യും. നീ തലമുറയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നീ തലമുറയ്ക്ക് വേണ്ടി ഫീസ്റ്റ് അറേഞ്ച് ചെയ്യും. തലമുറയ്ക്ക് വേണ്ടി ഫാസ്റ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളവൻ തലമുറയ്ക്ക് വേണ്ടി ഫീസ്റ്റിങ്ങും അറേഞ്ച് ചെയ്യും. ആമേൻ. അത് ഉറപ്പാണെന്നൊന്ന് പറഞ്ഞേ. അത് ഉറപ്പാ. ആമേൻ. അപ്പോ ദൈവത്തിന്റെ ജനം അകത്ത് വചനം കിടക്കുന്നവനാ ദൈവത്തിന്റെ ജനം. രണ്ട്, ദൈവത്തിന്റെ ജനം റിഫൈൻ ചെയ്യപ്പെടുന്നവനും പ്രൂവ് ചെയ്യപ്പെടുന്നവനും കഷ്ടതയിൽ കൂടെ പോകുന്നവനാ. അവൻ കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ മൂന്നാമത് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാ. ഞാനിന്ന് എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളിൽ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ്റെ നാമം വിളിച്ച്
അപേക്ഷിക്കണം. അവൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കണം. അവൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കണം. ആമേൻ. നമ്മുടെയൊക്കെ ഇടയിൽ നമ്മൾ കർത്താവേ എനിക്കാരുമില്ലേ എന്ന് പറയും. പ്രശ്നങ്ങളെ നമ്മൾ വലുതായിട്ട് പറയും. പക്ഷേ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ എന്ത് ചെയ്യുക? വളരെ ചെറുതായിട്ട് പറയും. 1000 കൂട്ടം പ്രശ്നം പറയുമ്പോൾ ഒരു വട്ടമായിരിക്കും കർത്താവെ എന്ന് വിളിക്കുന്നത്. നോ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്കൊക്കെ വന്നാൽ യേശു കർത്താവ് ഓരോ പോയിന്റ് പ്രാർത്ഥിക്കാൻ നേരം പറയുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധ പിതാവേ, നീതിയുള്ള പിതാവേ, പിതാവേ, അപ്പായേ, അപ്പായേ, അപ്പായേ. ആമേൻ. നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ ആമേൻ, കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുക്കൽ ഒരു കാര്യം പറയണമെങ്കിൽ ആമേൻ, ഒരു കാര്യം പറഞ്ഞു തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര വട്ടം അവൻ അമ്മയെന്ന് വിളിക്കും? ആമേൻ, ഒത്തിരി വട്ടം വിളിക്കാം. പക്ഷെ വളർന്ന് ഒരു പരുവം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എന്തോ എന്നറിയാമോ? ആണ്ട് ഇവിടെ ഇരിക്കുന്നേ, പോകാൻ വണ്ടിക്കൂലി തന്നേക്കണേ. ആമേൻ. ആവശ്യം കൂടും, വിളി കുറയും. നമ്മൾ എവിടെയൊക്കെയോ സ്പിരിച്വാലിറ്റിയിൽ വളർന്നു പോയി. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യം കൂടി, വിളി കുറഞ്ഞു. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ വിളിച്ച് അപേക്ഷിക്കുക. ആമേൻ. ദൈവത്തിൽ നിന്ന് തനിക്കുള്ള അരുളപ്പാട് എന്താണെന്നറിയാമോ? കോൾ അപ്പോൺ ഹിം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ച്, എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ച്, യേശുവേ എൻ്റെ ദൈവമേ, യേശുവേ എൻ്റെ ദൈവമേ. ഞാനൊന്നും കൂടി ഒരു പേഴ്സണൽ അഡ്വൈസ് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ജീവിതത്തിൽ പലരും പറയും, എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല പാസ്റ്ററെ. ആമേൻ. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുക്കൽ ചോദിച്ചു, ഒരു കഴിവില്ല, ഒരു പ്രാപ്തിയില്ല, എന്നെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന്. ഞാൻ ആകെ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, സഹിക്കാൻ വയ്യാത്ത പ്രയാസം വന്നാൽ വാവിട്ട് കരയാൻ അറിയാമോ എന്ന് ചോദിച്ചു. സഹിക്കാൻ വയ്യാത്ത പ്രയാസം വന്നാൽ വാവിട്ട് കരയാൻ അറിയാമോ? കരയാനറിയാം. ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മൾ ജയിക്കും. സഹിക്കാൻ വയ്യാത്ത പ്രയാസം വരുമ്പോൾ വാവിട്ട് കരയാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ജയിക്കും. ആമേൻ. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ കരച്ചിൽ എവിടെ പോയി കരയണമെന്നറിയാമോ? ആമേൻ. അറയിൽ കടന്ന് വാതിലടച്ച് അപ്പൻ്റെ മുമ്പിൽ ഇരുന്നൊരു കരച്ചിൽ കരയണം. ഇസ്മായേൽ ഒരു വലിയ ജാതിയായി തീർന്നു. ഇന്ന് ലോകം മുഴുവനും അവൻ്റെ മുമ്പാകെ നിന്ന് വിറയ്ക്കുക. എന്താ കാര്യമെന്നറിയാമോ? അവൻ്റെ നിലവിളി ദൈവം കേട്ടോ. ആമേൻ. അവൻ്റെ നിലവിളി ദൈവം കേട്ടു. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോ ഒന്ന്, ആമേൻ, നമ്മൾ ന്യായപ്രമാണം അകത്ത് കിടക്കണം. 2, കഷ്ടതകൾ കൂടി കടന്നു പോകണം. 3, കഷ്ടതകളിൽ പ്രാർത്ഥിക്കണം. 4, യെശയ്യാപ്രവചനം 63-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. യെശയ്യാപ്രവചനം 63-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ കപടം കാണിക്കാത്ത മക്കൾ തന്നെ. അവർ എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ കപടം കാണിക്കാത്ത മക്കൾ തന്നെ. അവർ എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ കപടം കാണിക്കാത്ത മക്കൾ തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അപ്പം ദൈവ രക്ഷിതാവ് ആകണമെങ്കിൽ ദൈവത്തിനൊരു കാര്യം നമ്മളെ നോക്കി പറയണം, ഇവൻ എൻ്റെവനാ. നിന്റെ ആണെന്ന് എന്തുവാ തെളിവ്? ഞാൻ ഫോഷ്ക്ക് പറയത്തില്ലല്ലോ. അതുപോലെ അവനും ഫോഷ്ക്ക് പറയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളെപ്പോഴും പറയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പക്ഷെ ഞാൻ പറയും ദൈവത്തിന് പല കാര്യവും അസാധ്യമാണ്. അതിലൊരു കാര്യമാണ്, ദൈവത്തിന് വാക്കുമാറ്റി പറയാൻ കഴിയത്തില്ല. ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന് ഒന്നിനെ പോലെ നിറം മാറാൻ കഴിയത്തില്ല. അവന് ഗതിഭേദങ്ങളിൽ എന്തോ സംഭവിക്കത്തില്ല, ആച്ഛാദനം സംഭവിക്കത്തില്ല. ഗതിക്ക് എന്ത് ഭേദം വന്നാലും അപ്പനായിട്ട് തന്നെ നിൽക്കുവന്നേ, കഴിയത്തില്ല. ഇളയവൻ പാപിയായിട്ട് കയറി വന്നാലും അപ്പൻ ഇറങ്ങിപ്പോയി വിളിച്ചോണ്ട് വരും. മൂത്തവൻ പിണങ്ങി വെളി നിന്നാലും അപ്പം പോയി വിളിച്ചോണ്ട് വരും. ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ല. അപ്പം ദൈവത്തിന് ചില കഴിവുകേടുകളുണ്ട്. ആ കഴിവുകേടുകളാണ് എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ ഇന്നും നിലനിർത്തിയിരിക്കുന്നത്. ആമേൻ. നമുക്ക് പറ്റുന്ന പല കാര്യങ്ങളും ദൈവത്തിന് പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ ആരുടെയും പുക പോലും ഭൂമിയിൽ ശേഷിക്കത്തില്ലായിരുന്നു. ആമേൻ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പം അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കള്ളം പറയാത്തവരെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ജനമായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാവുകൊണ്ട്
നാവ് കൊണ്ട് കുരുള പറയാതെ, ആമേൻ, നമ്മുടെ വായ് കൊണ്ട് ഫോഷ്ക്ക് പറയാതെ. ഏറ്റവും ചെറിയ കാര്യമാണ്. വ്യാജത്തിൻ്റെ ബേസിക് ലെവലാണ് എന്തെന്നറിയാമോ? കള്ളം എന്ന് പറയുന്നത് വ്യാജത്തിൻ്റെ ബേസിക്. ഇനിയും ഈ കപടത്തിൻ്റെ ആമേൻ അതിൻ്റെ പ്രീമിയം സാധനം ഏതാണെന്നറിയാമോ? ഹിപ്പോക്രസി. ആമേൻ, കപട ഭക്തി. ആമേൻ, നിന്നു പിടിക്കാൻ കള്ളം പറയുന്ന മനുഷ്യൻ അവൻ അവസാനം എവിടെ വന്ന് നിൽക്കുമെന്നറിയാമോ? ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കും. ഞാൻ പറയട്ടെ, ആമേൻ, കള്ളം പറയുന്നത് ഒരു ഏറ്റവും ചെറിയ പാപമാണെങ്കിൽ കപട ഭക്തിയാണ് ഏറ്റവും വലിയ പാപമെന്ന് ഞാൻ പറയും. വ്യാജത്തിൻ്റെ മൂർത്തിഭാവം കാണണമെങ്കിൽ അത് കപട ഭക്തിക്കകത്താണ്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവഭയം ഏറ്റവും കുറഞ്ഞു പോകുന്നത് ദൈവത്തെ കൂടുതൽ അറിയുമ്പോഴാണ്. ദൈവഭയം ഏറ്റവും കുറയുന്നത് ദൈവത്തെ കൂടുതൽ അറിയുമ്പോഴാണ്. അത് ഏത് മതത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഏത് മതത്തിലായിരുന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തോട് ദോഷം ചെയ്യുന്നത്. എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തോടുള്ള ഭയം കുറഞ്ഞു പോകും. അരുത്. ആമേൻ. അപ്പോൾ എൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത, അവർ കപടം കാണിക്കത്തില്ല. ഞാൻ അല്പം കൂടെ വേഗത്തിൽ പോകട്ടെ. ഇനി വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അപ്പം എൻ്റെ ജനം എന്ത് ചെയ്യണം? വിട്ടുപോരണം. എൻ്റെ ജനം വിട്ടുപോരണം. ആമേൻ. പാപങ്ങളിൽ പങ്കാളികളാകരുത്. ആമേൻ. ബാധകളിൽ ഓഹരിക്കാരാകരുത്. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ. പാപത്തിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ ബാധയിൽ ഓഹരിയുമുണ്ട്. ആമേൻ. ഒരു ദൈവ പൈതലിൻ ഒരു മനുഷ്യൻ ദൈവ മനുഷ്യനായിത്തീരുന്നത്, ഒരു മനുഷ്യൻ ദൈവ പൈതലായിത്തീരുന്നത് അവളുടെ പാപങ്ങളിൽ കൂട്ടാളി ആകാതെ അവളെ വിട്ടുപോരുമ്പോഴാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയും, വേർപാടാണ് ദൈവജനത്തെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. ദൈവജനത്തെ വ്യത്യസ്തരാക്കി തീർക്കുന്നത് വേർപാടിന്റെ ഉപദേശമാണ്. അതുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകത്തിൽ പറഞ്ഞത്, ആമേൻ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആമേൻ. There is a separation. ഇസ്രായേൽ ഗോശെൻ ദേശത്ത് പാർത്തപ്പോൾ മിസ്രൈമ്യർ പാർത്ത ദേശവോ ഇസ്രായേല്യർ പാർത്ത ദേശവും തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു വ്യത്യാസമുണ്ടായിരുന്നു. 9 ബാധകൾ സംഭവിക്കുമ്പോഴും വ്യത്യാസം ആരാ വെച്ചതെന്നറിയാമോ? 9 ബാധകൾ വന്നപ്പോഴും വ്യത്യാസം ആരാ വെച്ചത്? ആമേൻ. ദൈവമാണ് വ്യത്യാസം വെച്ചത്. പക്ഷെ 10ാമത്തെ ബാധ വന്നപ്പോൾ വ്യത്യാസം ദൈവമല്ല വെച്ചത്, പകരം പെസഹയും ചോരത്തളിയും ആചരിച്ച ജനമാണ് വ്യത്യാസം വെച്ചത്. ആമേൻ. ആദ്യത്തെ 9 ബാധകളിലല്ല ഇവർ പുറത്തു വന്നത്, പകരം ഇവര് തന്നെ വേർപാട് സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ഗോശെൻ ദേശമായതുകൊണ്ടല്ല അന്ന് ആ സംഹാരകൻ വഴിമാറിപ്പോയത്, പകരമോ ആ കൂടാരങ്ങളുടെ മേൽ ചോരയുടെ പാട് കണ്ടിട്ടാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ, 10ാമത്തെ ബാധയിൽ വിടുതൽ നടക്കുമ്പോൾ അന്ന് വേർപാടിട്ടത് ദൈവമല്ല, അന്ന് വേർപാടിട്ടത് ദൈവത്തിന്റെ ജനമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, വിട്ടുമാറേണ്ടതിൽ നിന്ന് വിട്ടുമാറാൻ, വേർപെടേണ്ടതിൽ നിന്ന് വേർപെടാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ജനം സമാധാന നിവാസങ്ങളിലോ നിർഭയ വസതികളിലോ ഉടനമന ജഗരമനാന്തരാജനാദിയ. ആമേൻ. നിന്റെ സോഷ്യൽ മീഡിയക്കകത്തൊരു വേർപാടുണ്ടാകട്ടെ, നിന്റെ കണക്ഷൻസിനകത്തൊരു വേർപാടുണ്ടാകട്ടെ, നിന്റെ സൊസൈറ്റിക്കകത്തൊരു വേർപാടുണ്ടാകട്ടെ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആമേൻ. ഈ ദൈവം ഇസ്രായേലിന്റെ അടുക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വാഗ്ദത്തമായി കൈവശമാക്കുവാൻ ഞാൻ നിങ്ങളെ ഒരു ദേശത്ത് കൊണ്ടുപോകാം. നിങ്ങൾ ആ ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തിലെ ജാതികളുടെ നടപ്പ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം?
ചെയ്യരുത്, നിങ്ങൾ നടക്കരുത്. അവര് കല്യാണം നടത്തുന്നത് പോലെ നിങ്ങൾ കല്യാണം നടത്തരുത്. അവര് ഫ്യൂണറൽ നടത്തുന്നത് പോലെ നിങ്ങൾ നടത്തരുത്. അവര് ഗെറ്റ് ടുഗദർ നടത്തുന്നത് പോലെ നിങ്ങൾ നടത്തരുത്. അമ്മേ, അവര് ഓരോ കാര്യങ്ങൾ നടത്തുന്നത് പോലെ നീ നടത്തരുത്. ഞാനൊരു യാഥാർത്ഥ്യം ദൈവമക്കളുടെ അടുക്കൽ പറയാ. എവിടെ ഈ വേർപാട് നഷ്ടപ്പെട്ടോ, സഭയ്ക്കകത്ത് സെക്യുലർ സെലിബ്രേഷൻ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ അധികരിച്ചോ, അവിടെ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. ബർത്ത്ഡേ പാർട്ടി, അമേ, ഷവേഴ്സ് ഡേ, അമേ, എന്ന് വേണ്ട എത്രയോ. അമേ, യേശു കർത്താവിന്റെ കാലത്ത് ഈ എലിസബത്ത് സ്തോത്രം ഗർഭിണിയായപ്പോൾ കുന്നിൻ മുകളിൽ ഒരു വീട്ടിൽ കയറി അവൾ ഒളിച്ചു പാർത്തു. പക്ഷെ ജാതീയ സംസ്കാരം അണിയിച്ചൊരുക്കി മുന്നിൽ നിർത്തി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടുകാർ മുഴുവൻ നിന്ന് പാട്ടുപാടുകയാണ്. എവിടെ ജാതീയ സംസ്കാരം പെന്തക്കോസിനകത്ത് കയറാൻ തുടങ്ങിയോ, പെന്തക്കോസിനകത്ത് സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ കാരണം എവിടെയൊക്കെയോ വേർപാടുകൾ നഷ്ടപ്പെടുകയാണ്. ആമേൻ, വേർപാടുകൾ നഷ്ടപ്പെടുകയാണ്. നിന്റെ ഇവന്റുകൾ മാനേജ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കട്ടെ. നിന്റെ ലൈഫിനെ മാനേജ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കട്ടെ. ആമേൻ, വേർപാടുള്ളവനെയാണ് ദൈവം പറയുന്നത് എന്റെ ജനം എന്ന് പറയുന്നത്. എന്റെ ജനം എന്ന് പറയുന്നത് വേർപാടുള്ളവനെയാണ്. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളുടെ ഇടയിൽ നിന്ന് എന്തു ചെയ്യുവീൻ, വിട്ടു പോരുവീൻ എന്ന് പറയുകയാണ്. ആമേൻ. വേർപാടിന്റെ ഒത്തിരി ഭാഗങ്ങളുണ്ട്, ഞാൻ കയറുന്നില്ല. ആമേൻ. ദാദാവിന്റെയും അബീഹൂബിന്റെയും വീടിന്റെ മുമ്പാകെ കടന്നു നിന്നിട്ട് ബിരാമിന്റെ വീടിന്റെ അടുക്കൽ കടന്നു നിൽക്കുന്ന ഇസ്രായേലിന്റെ നടുവിൽ മോശയുടെ അടുക്കൽ ദൈവം പറയുകയാണ്, അവന്റെ കൂടാരങ്ങളെ വിട്ട് മാറിക്കോണ, മത്സരമുള്ളവന്റെ കൂടാരങ്ങളെ വിട്ട് മാറിക്കൊള്ളണ. ഇന്ന് പകൽക്കാല എവിടെയൊക്കെ നീ ഒരു ഗ്യാപ്പ് വെക്കണമോ, എവിടെയൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണമോ, ഇന്ന് പകൽ നീ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ നീ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ജീസസ്. റോമാലേഖനം 1-ാം അധ്യായം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. റോമാലേഖനം 1-ാം അധ്യായം 32-ാം വാക്യം. റോമർ 1:32. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവത്തിന്റെ ന്യായം അവർ അറിഞ്ഞിട്ടും, കേട്ടോ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവത്തിന്റെ ന്യായം അവർ അറിഞ്ഞിട്ടോ, ആമേൻ, അത് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ. അപ്പം മരണയോഗ്യമായ ഒരു പ്രവർത്തി ചെയ്യുന്ന ഒരുവനിൽ ദൈവമക്കൾ എന്തുപോലും ചെയ്യാൻ പാടില്ല, അവനിൽ പ്രസാദിക്കാൻ പോലും പാടില്ല. മരണയോഗ്യമായ ഒരു കാര്യം, ഇത് മരണയോഗ്യമാണ് എന്ന് ദൈവ ന്യായം പറയുന്ന വിഷയത്തിൽ അത് പോട്ടെ എന്ന് നീ പറയരുത്. കണ്ടോ ആ വാക്യം, കണ്ടോ? ആ വക പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഞാനൊരു കാര്യം ാവുകയാണ്. Be separated from the sinful, slothful generation. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭത്തിങ്കൽ അവർ മിസ്രൈമിൽ നിന്ന് വേർപെടണമായിരുന്നു. പക്ഷേ കനാനിൽ എത്തുന്നതിന് മുന്നമേ മരുഭൂമിയിലെ വാസത്തിൽ അവർ മിസ്രൈമിൽ നിന്നും ജാതികളിൽ നിന്നുമല്ലായിരുന്നു വേർപെടേണ്ടത്. അവരുടെ അകത്തു തന്നെ എന്ത് സംഭവിക്കണമായിരുന്നു എന്നറിയാമോ? ഒരു വേർപാട് സംഭവിക്കണമായിരുന്നു. ഞാൻ ദൈവസഭയോടുള്ള ദൂതായതുകൊണ്ടൊന്ന് ഞാൻ പറയട്ടെ, ഈവൻ there must be a separation in the church itself.
ആമേൻ. ദൈവസഭയ്ക്കകത്ത് സ്വന്തം കാര്യത്തിനും സ്വന്തം വിടുതലിനും വേണ്ടി മാത്രം കടന്നു വരുന്ന ചിലരുണ്ട്. അത് എല്ലാ ദൈവസഭകളിലുമുണ്ട്. ആമേൻ. ദൈവസഭകൾക്കകത്ത് ആമേൻ ആമേൻ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കടന്നു വരുന്നവരുണ്ട്. എന്നാൽ ദൈവ സഭയ്ക്കകത്ത് ദൈവരാജ്യത്തിനെ സ്നേഹിച്ച് കടന്നു വരുന്നവരുണ്ട്. There must be a distinction between them. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് ഭിന്നപക്ഷങ്ങളും ഉണ്ടാകണം. സഭയ്ക്കകത്ത് ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. പക്ഷെ അതൊരു കാർണൽ സെപ്പറേഷൻ ആകരുത്, അതൊരു ജഡിക വേർപാടാകരുത്, അതൊരു സ്പിരിച്വൽ സെപ്പറേഷൻ ആകണം. ആ സ്പിരിച്വൽ സെപ്പറേഷൻ വളർന്നു വന്നാൽ ആത്മീകരുടെ ഗണം വലുതാവുകയോ ജഡീകരുടെ ഗണം കുറഞ്ഞു പോവുകയും ചെയ്യും. ഹോളി സ്പിരിറ്റ് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ആമേൻ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുൻപേ വെളിയിൽ നിന്ന് സംസാരിക്കുന്ന 10 പേര് കാണോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുൻപേ വന്ന് ചെയറിലിരുന്ന് ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടര് കാണോ? വന്നിരുന്നിട്ട് അടുത്തടുത്തിരിക്കുന്നവരുമായി വർത്താനം പറയുന്ന ഒരു കൂട്ടര് കാണോ? ഇറങ്ങിപ്പോയിട്ട് പിന്നെയും കഥ പറയുന്ന ഒരു കൂട്ടര് കാണോ? ഇതൊരു യൂണിവേഴ്സൽ സിസ്റ്റമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ടു വിച്ച് ഗ്രൂപ്പ് യു ബിലോങ് ടു, നീ ഇതിനകത്ത് ഏതിൽ പെടുന്നു? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് വെളിയിൽ നിന്ന് പഞ്ചായത്തിലെ സകല കഥയും പറയുമോ? അതോ ഇവിടെ വന്നിരുന്ന് ആമേൻ ആരും കേൾക്കാതെ കുശു 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 പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇറങ്ങി നിന്നിട്ട് നീ പിന്നെയും കഥയടിക്കുമോ? അതോ നീ വന്ന് നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ മനോഹരത്വം ഞാൻ കാണുമെന്ന് പറയുമോ? If you have a separation in your spiritual life, ആമേൻ, നിന്റെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടെങ്കിൽ ദൈവം പറയും, ഇവൻ എനിക്കുള്ളവൻ, ഇവൻ എന്റെ ജനം. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതിയിലും സ്വൈര്യമുള്ള ജീവിതത്തിലും വിശ്രാമത്തിലും പാർക്കും. ആമേൻ. ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ആർക്ക്? ദൈവത്തിൻ്റെ ജനത്തിന് മാത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തിൻ്റെ ജനമായിരിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചേ, അപ്പാ എനിക്ക് കൃപ വേണോ നിന്റെ ജനമായിരിക്കാൻ, നിന്റെ ജനമായിരിക്കാൻ, നിന്റെ പൈതലായിരിക്കാൻ. എനിക്ക് ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കണോ, എനിക്ക് ദൈവത്തിൻ്റെ കുഞ്ഞായിരിക്കണോ, എനിക്ക് ദൈവത്തിൻ്റെ മകനായിരിക്കണോ, എനിക്ക് ദൈവത്തിൻ്റെ കുടുംബമായിരിക്കണോ. I want to be the possession of God. എൻ്റെ ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിൻ്റെത്, ദൈവത്തിൻ്റെത്, ദൈവത്തിൻ്റെത്. എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം. ആമേൻ. വേറെ ആർക്കുമില്ല. എൻ്റെ ജനം, എൻ്റെ ജനം. അവർ സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യതയിലും വിശ്രാമത്തിലും വസിക്കും. ആമേൻ. അതിനുശേഷം അവിടെ നടക്കുന്നതെല്ലാം ഭയങ്കര ബ്ലെസ്സിങ്. ഞാൻ അതിലേക്ക് കയറുന്നില്ല. അപ്പോൾ എൻ്റെ ജനത്തിന് നൽകുന്ന 4 അനുഗ്രഹങ്ങളാണ് പറയുന്നത്. ഒന്നാമത് എന്താണെന്നറിയാമോ? അവൻ വസിക്കുന്നിടം എന്തായിരിക്കും? സമാധാനമുള്ളിടമായിരിക്കും. അപ്പം ദൈവജനം പാർക്കുന്നിടം സമാധാനമുള്ളതായിരിക്കും. ഞാൻ എന്നോട് പിണങ്ങരുത്. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ എവിടെയോ ദൈവത്തിൻ്റെ ജനം എന്നുള്ള നിങ്ങളുടെ റെപ്യൂട്ടേഷനിൽ നിന്ന്, ദൈവത്തിൻ്റെ ജനം എന്നുള്ള ആ ഡിഗ്നിറ്റിക്കകത്തുനിന്ന് ആമേൻ നമ്മൾ താഴെ പോയി. We must understand the reality. അല്ലാതെ സമാധാനം നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ പോരാ 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 പോരല്ല. പോര് നമ്മളെ തൊട്ടതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പോര് നമ്മളെ തൊട്ടതിൻ്റെ കാരണം നമ്മൾ എവിടെയോ ദൈവത്തിൻ്റെ ജനമെന്നുള്ള ആമേൻ ആ റെപ്യൂട്ടേഷനിൽ നിന്ന് താഴെ പോയി. 91-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ആമേൻ, എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന്. നമ്മൾ ചിന്തിക്കുന്നത് പൊസിഷൻ കയറുമെന്നാ. അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, അവൻ എൻ്റെ നാമത്തെ അറിയാൽ പിശാചിന് തൊടാൻ കഴിയാത്ത, ശത്രുവിന് തൊടാൻ കഴിയാത്ത ഒരു ഹയർ ലെവലിൽ ഞാൻ അവനെ കയറ്റി നിർത്തുമെന്ന്. പിശാചിന് തൊടാൻ കഴിയാത്ത ഹയർ ലെവലിൽ. നിങ്ങൾ മറ്റു പരിഭാഷകൾ എടുത്ത് നോക്കിക്കോ, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. പിശാചിന് ഇൻഅക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹയർ ലെവലിൽ നിന്നെ കൊണ്ടു നിർത്തും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ആമേൻ പിശാച് തോണ്ടുന്ന ഇടത്തു നിന്ന് ഞാൻ അവനെ ഉയർത്തി വേറെ ഒരിടത്തു നിർത്തുമെന്ന്. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ, ആത്മീയ ജീവിതം പോരാടാനുള്ളതല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിക്കണം. ആത്മീയ ജീവിതം പോരാടാനുള്ളതല്ല. പകരം ആത്മീയ ജീവിതം ആമേൻ നിന്റെ ശത്രുവിൻ്റെ മേൽ
വാഴാനുള്ളതാണ്. ആമേൻ. ആത്മീയ ജീവിതം എന്നും പിശാചിനോട് ഗുസ്തി പിടിക്കാനുള്ളതല്ല. പകരം ആമേൻ ബാൽപെയോരിന്റെ എതിരെയുള്ള താഴ്വരയിൽ അടക്കം ചെയ്യപ്പെട്ട മോശയുടെ ശരീരം എടുക്കാൻ പ്രധാന ദൂതൻ കടന്നു വന്ന് ആമേൻ നിൽക്കുമ്പോൾ പിശാച് വന്ന് നടുവിൽ നിന്ന് പോരാടുകയാണ്. ആമേൻ. മീഖായേൽ അവനോട് വഴക്കുണ്ടാക്കാൻ പോയോ? മീഖായേൽ അവന്റെ അടുക്കൽ എന്തെങ്കിലും പോരാടാൻ പോയോ? പകരം മീഖായേൽ പറഞ്ഞു, ആമേൻ, സ്വർഗത്തിലെ ദൈവം നിന്നെ പോടാ പിശാചേ എന്ന് പറയട്ടെ എന്ന്. ആമേൻ. എന്നിട്ട് ഇദ്ദേഹം ബോഡി എടുത്തോണ്ട് എന്ത് ചെയ്തോ? ഇദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. നമ്മളായിരുന്നെ പറഞ്ഞേനെ, ബോഡി എടുക്കാൻ ചെന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു രാത്രി മുഴുവൻ ഞാൻ നിന്ന് പോരാടിയാ എടുത്തോണ്ട് വന്നതെന്ന്. അയ്യോ, എന്ത് പോരാട്ടം ഞാൻ സഹിച്ചെന്നറിയാമോ? മീഖായേൽ പറഞ്ഞു, ഞാൻ പോരാടാൻ അയക്കപ്പെട്ടവനല്ല, ഞാൻ വാഴാൻ അയക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽ നിന്റെ സ്പിരിച്വൽ പെർസ്പെക്ഷൻ മാറട്ടെ. ഞാൻ പോരാടാൻ വിളിക്കപ്പെട്ടവനല്ല, ഞാൻ വാഴാൻ വിളിക്കപ്പെട്ടവനാണ്. ശത്രുവിന്റെ മീതെ വാഴുവാൻ, ദേശാന്തകാര ശക്തികളുടെ മേൽ വാഴുവാൻ, ആഭിചാര ദുരാത്മ മണ്ഡലങ്ങളുടെ മേൽ വാഴുവാൻ. ആമേൻ. വാഴുവാൻ ജീസസ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒന്നാമത്തെ വാഗ്ദത്തം സമാധാനം എന്നാണ് പറയുന്നത്. സമാധാനം. എന്നാൽ ആ 32-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സമാധാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ 17-ാം വാക്യം കൂടെ ചേർത്ത് നമുക്ക് താഴേക്ക് വന്നാലേ മനസ്സിലാകത്തുള്ളൂ. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സമാധാനം, വിശ്രാമം, നിർഭയത. ഇത് മൂന്ന് വലിയ താഴെയും പറഞ്ഞേക്കുന്നേ. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. 17-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം നിർഭയതയും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമമായിരിക്കും. അപ്പൊ എൻ്റെ ജനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുകളിൽ പറയുകയാണ്, ഇത് നടക്കണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റത്തുള്ളൂ? നീതി. അതും കൂടെ പൂർത്തീകരിച്ചിട്ട് ഇന്ന് വൈകിട്ട് സമാധാനം എന്ന വിഷയത്തിലേക്ക് കയറാം. ഇന്ന് എനിക്ക് അവിടെ വരെ പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കഴിവുള്ള ദൈവമക്കൾ വൈകിട്ടും കടന്നു വരിക. ഈ യെശയ്യാ പ്രവചനം 32-ാം അധ്യായം വേറൊരു ഭാഗവുമായിട്ട് അലൈൻ ചെയ്ത് കിടക്കുന്ന 32-ാം അധ്യായം 18-ാം വാക്യം ഒരു സങ്കീർത്തനവുമായി അലൈൻ ചെയ്ത് കിടക്കുന്നതിനെ കാണിച്ച് പൂർത്തീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വൈകിട്ട് ചെയ്യാം. നീതിയുടെ പ്രവൃത്തി, നീതിയുടെ ഫലം. നീതിയുടെ പ്രവൃത്തി, നീതിയുടെ ഫലം. വർക്ക് ഓഫ് റൈച്ചസ്നെസ്, എഫക്റ്റ് ഓഫ് റൈച്ചസ്നെസ്. വർക്ക് ആൻഡ് എഫക്റ്റ്. അപ്പം നീതിയാണ് നമുക്ക് എന്ത് കൊണ്ടുവരുന്നത്? നീതിയാണ് നമുക്ക് എന്ത് കൊണ്ടുവരുന്നത്? സമാധാനം കൊണ്ടുവരുന്നത്. നീതിയാണ് നമുക്ക് നിർഭയത്വം കൊണ്ടുവരുന്നത്. നീതിയാണ് നമുക്ക് വിശ്രാമം കൊണ്ടുവരുന്നത്. റൈച്ചസ്നെസ്. ഈ റൈച്ചസ്നെസ്, നീതി എന്ന ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീതിയെ പ്രധാനമായി നമുക്ക് 4ആയി തിരിച്ചു പഠിക്കാൻ കഴിയും. ഒന്ന്, നീതി. നീതിയുടെ ഒന്നാമത്തെ നീതിയാണ് നമുക്ക് സമാധാനം കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി നമുക്ക് സമാധാനം കൊണ്ടുവരും. കുറച്ചുകൂടെ പറഞ്ഞാൽ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, അതർവൈസ് ജസ്റ്റിസ്, അതർവൈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് റൈച്ചസ്നെസ്. അപ്പം റൈച്ചസ്നെസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ്. ദൈവത്തിൻ്റെ നീതി പ്രദർശിപ്പിക്കപ്പെടണം. ഞാനിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാം, ദൈവത്തിൻ്റെ നീതി എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ നീതി എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്? റോമാലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവൻ തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അത്രേ അങ്ങനെ ചെയ്തത്. ദൈവം തൻ്റെ മുൻകഴിഞ്ഞ പൊറുമയിൽ നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ നീതി. കാൽവറി ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് റൈച്ചസ്നെസ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാക്കി. ഇതാണ് ദൈവനീതിയുടെ പ്രത്യക്ഷത. പക്ഷേ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഒരു ബലഹീനനും ബലവാനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ ഇറങ്ങി ഇടപെടുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി നമുക്ക് സമാധാനം കൊണ്ടുവരും. ദൈവത്തിൻ്റെ നീതി സമാധാനം കൊണ്ടുവരും. അബ്രഹാമിൻ്റെ ഭാര്യയെ അബീമലേക്ക് പിടിച്ചോണ്ടുപോയി.
ദൈവം കൊട്ടാരത്തിൽ കയറി ചെന്നു. അവൻ്റെ അരമനയ്ക്കകത്ത് കയറി ചെന്നിട്ട് പറഞ്ഞു, അവളെ തിരിച്ചു കൊടുത്തേക്കണമെന്ന് പറഞ്ഞു, തോടരുതെന്ന് പറഞ്ഞു. അപ്പോ ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. യാക്കോബ് പുറപ്പെട്ടു പോയി കഴിഞ്ഞ് ലാബാൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. 9 ദിവസം പുള്ളി ചേസ് ചെയ്തു. 9 ദിവസം ചെയ്ത് 10ാമത്തെ ദിവസം ആവുന്നതിൻ്റെ തലേ രാത്രിയിൽ ദൈവം ലാബാന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ 9 ദിവസമായിട്ട് നീ പുറപ്പെടുക. ഞാൻ മിണ്ടാതെ നിൽക്കുകയായിരുന്നു, പക്ഷേ ഞാൻ പറയുന്നു, നാളെ നീ അവനെ കണ്ടുമുട്ടും. ഒരു വാക്കുപോലും മിണ്ടിപ്പോകരുത്, ഒരു വാക്കുപോലും മിണ്ടിപ്പോകരുത്. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പം ദൈവത്തിൻ്റെ നീതി നമുക്ക് സമാധാനം തരും. ഞാനത് ലാസ്റ്റിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു വിഷയത്തിനകത്തും ആമേൻ, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദ എഫക്റ്റീവ്നെസ് ഓഫ് റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ നീതി എഫക്റ്റീവാണ്. എന്നോട് ചേർന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ നീതി എഫക്റ്റീവാണ്. അത് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന സാധനമല്ല, അത് ആപ്ലിക്കബിളാണ്. അത് ഇന്നും എഫക്റ്റീവാണ്. നിന്റെ പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ നീതി എഫക്റ്റീവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ഒന്നാമത്തെ ഭാഗം മാനിഫെസ്റ്റബിൾ റൈച്ചസ്നെസ്. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ്. ആ നീതി ഒരുവൻ്റെ മേൽ എണ്ണപ്പെടുകയാണ്. അത് ദൈവം ഒരുത്തൻ്റെ മേൽ അത് നീതി കൽപ്പിക്കുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇമ്പ്യൂട്ട് ചെയ്തു, അത് നീതിയായിട്ട് കണക്കിട്ടു. അപ്പം ആ ദൈവം നമ്മളെ നോക്കിയിട്ട് ഒരു കാര്യത്തിൽ ദൈവം ഇത് നീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, ആ നീതിക്കകത്തൂടെ എന്തു ചെയ്യും? സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ആമേൻ, ദൈവം മുൻപാകെ നമ്മൾ എന്തുള്ളവരായിരിക്കണം? നീതിയുള്ളവരായിരിക്കണം. ഒന്ന്, ദൈവം തൻ്റെ നീതിയെ നമ്മളെ പ്രദർശിപ്പിച്ചതുപോലെ നമ്മളും എന്തു ചെയ്യണം? ദൈവം മുൻപാകെ നീതിയെ പ്രദർശിപ്പിക്കണം. അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചത് ദൈവം നീതിയായി കണക്കിട്ടു. അബ്രഹാം കൊടുത്തത് നീതിയായി കണക്കിട്ടു. അബ്രഹാം ക്ഷമിച്ചത് നീതിയായി കണക്കിട്ടു. ആമേൻ. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്താലും ദൈവം അത് ഏത് ലോഗ് ബുക്കിൽ എഴുതും? നീതിയുടെ ബുക്കിനകത്ത് എഴുതി ചേർക്കും. അപ്പം അബ്രഹാം വിശ്വസിച്ചു, ദൈവം നീതി. അബ്രഹാം വിശ്വസിച്ചത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ ദൈവം നീതിയായി കണക്കിട്ടു. ഇതുപോലെ നോഹയെ ദൈവം നീതിമാനായി കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവം നോഹയെ പ്രഖ്യാപിച്ചു, ഇവൻ നീതിമാനാണെന്ന് പ്രഖ്യാപിച്ചു. ദൈവം ഇമ്പ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന്, ദൈവം മാനിഫെസ്റ്റ് ചെയ്യുന്നു. 2, ദൈവം ഇമ്പ്യൂട്ട് ചെയ്യുന്നു. 3, ദൈവം ഇമ്പാർട്ട് ചെയ്യുന്നു. ദൈവം തൻ്റെ നീതിയെ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇമ്പാർട്ട് ചെയ്യുന്നു. ദൈവം തൻ്റെ നീതിയെ നമ്മളിലേക്ക് പകരുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെട്ടു. ആമേൻ. നമ്മൾ ന്യായപ്രമാണം ആചരിച്ചോ? ഇല്ല. ന്യായപ്രമാണം ആചരിക്കാതെ നമ്മുടെ മേൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തീകരിക്കപ്പെട്ടു. ഹൗ? ഒറ്റ കാര്യമേ ഉള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടന്നപ്പോൾ ആ ന്യായപ്രമാണത്തിൻ്റെ നീതി എന്ത് ചെയ്തു? നമ്മളിൽ നിവർത്തീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെ നീതീകരിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, ആമേൻ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ആമേൻ. അവിടെ നീതീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് എന്ത് ചെയ്തു? പകരപ്പെട്ടു. ദൈവം പറഞ്ഞു ഇവൻ നീതിമാനാണെന്ന്. ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, ദൈവം നീതീകരിക്കുന്നവൻ ശിക്ഷ വിധിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ അത് ഇമ്പാർട്ടഡ് റൈച്ചസ്നെസ് ആണ്. അപ്പോൾ ഒന്ന്, ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. 2, ദൈവം തൻ്റെ നീതിയെ നമ്മുടെ മേൽ കൽപ്പിക്കുന്നു, അക്സെപ്റ്റൻസി. 3, ദൈവം തൻ്റെ നീതിയെ നമ്മുടെ മേൽ പകരുന്നു. 4, ദൈവത്തിൻ്റെ നീതി. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3, അതിന് മുമ്പേ ഒരു വാക്യം കൂടെ ഞാൻ കാണിക്കട്ടെ. ദൈവം തൻ്റെ നീതിയെ നമ്മളിൽ പകരുകയാണ്. ഈ ദൈവം തൻ്റെ നീതിയെ നമ്മളിൽ പകരുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, എഫെസ്യർ 4:24, സത്യത്തിൻ്റെ ഫലമായ
നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ഞാൻ മനസ്സിലാകാൻ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയാം. നീതി എന്ന് പറയുന്നത് കോട്ടൺ എന്നും വിശുദ്ധി എന്ന് പറയുന്നത് പോളിസ്റ്റർ എന്നും നിങ്ങൾ ചിന്തിച്ചേ. ഇനിയും ദൈവാനുരൂപം എന്ന് പറയുന്നത് ഒരു 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 കോട്ട് പോലെ നിങ്ങൾ ചിന്തിച്ചേ. അപ്പോൾ ഇങ്ങനെ പറയാം, കോട്ടനാലും പോളിസ്റ്ററാലും ഒരു കോട്ട് പോലെ സൃഷ്ടിക്കപ്പെട്ട ആ ഡ്രസ് ഉണ്ടല്ലോ, അതെടുത്ത് നീ ഇട്ടുകൊള്ളണം. അപ്പം നീതിയും വിശുദ്ധിയും ചേർത്ത് ഒരു ഉടുപ്പിനെ തന്നു. ആ ഉടുപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ധരിച്ചു കൊള്ളണം. ദൈവം നമ്മുടെ മേൽ നീതി ഇമ്പാർട്ട് ചെയ്യും. ആ നീതിയെ നമ്മൾ എന്ത് ചെയ്യണം? ധരിക്കണം. ഞാൻ നീതിയുടെ വേഷം ധരിച്ചിട്ട്, ഞാൻ നീതിയുടെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തേ ചെയ്യാൻ പറ്റൂ? ഞാൻ നീതിയെ ചെയ്യാൻ കഴിയൂ. ഞാൻ ലോക്കായിപ്പോയി. ചില നാളുകൾക്ക് മുമ്പ് ഒരു പാസ്റ്റർ പറഞ്ഞു, അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിച്ചു. വല്ല കുഴപ്പമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അതേസമയം മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന കണ്ടാലോ? ഭയങ്കര പ്രശ്നമായില്ലേ? കാരണം നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ എന്ത് ചെയ്തു? ധരിച്ചുപോയി. അപ്പം നീതി ഇമ്പാർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പലതിനും എന്തുണ്ട്? റെസ്ട്രിക്ഷൻ ഉണ്ട്, വിലക്കുണ്ട്. റെസ്ട്രിക്ഷനാണ് നമുക്ക് എന്ത് നൽകുന്നത്? സമാധാനം നൽകുന്നത്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. അപ്പൊ ഈ പുതുമനുഷ്യനെ ധരിച്ചാൽ പിന്നെ ആരുടെ കൂട്ടിരിക്കും? ആരുടെ കൂട്ടിരിക്കും? ദൈവത്തെ പോലിരിക്കും. ദൈവാനുരൂപമായി സൃഷ്ടിച്ച പുതുമനുഷ്യന്റെ അകത്ത് കയറി ആ മനുഷ്യനെ ധരിച്ചുകൊണ്ട് വേണം നടക്കാൻ. അപ്പം നിന്നെ കണ്ടാൽ ആരുടെ കൂട്ടിരിക്കും? ദൈവത്തിൻ്റെ കൂട്ട്, കർത്താവിൻ്റെ കൂട്ട്, യേശുവിൻ്റെ കൂട്ട്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ഇനി ഒരു പാപമില്ല, ദൈവം എല്ലാം എന്നെ നീതീകരിച്ചു. കുഞ്ഞുകളിയല്ല, ഭയങ്കര പ്രശ്നം. നീതീകരിച്ചപ്പോ നമ്മുടെ മുകളിൽ ഒരു വലിയ കോട്ടെടുത്തിട്ടു. ആ കോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ട ആരെ പോലിരിക്കും? യേശുവിനെ പോലിരിക്കും. ആമേൻ. ഡു ലൈക്ക് ജീസസ്, ലീവ് ലൈക്ക് ജീസസ്, എവരിത്തിങ് ലൈക്ക് ജീസസ്. പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പമല്ലേ? ബട്ട് ദാറ്റ് ഈസ് ദ ഫാക്ട്, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. സത്യത്തിൻ്റെ ഫലം ഏതാണ്? ഈ സത്യം, സത്യം ഏതാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ഉടുപ്പാണ്. ആ ഉടുപ്പിട്ടാൽ നമ്മളെ കണ്ടാൽ ദൈവത്തെ പോലിരിക്കും. ആമേൻ. എങ്ങനെ റോഡിലിറങ്ങി നടക്കും? ഞാൻ ഒരു കാര്യം കൂടെ പറയും, ഇതിൻ്റെ രണ്ട് തലങ്ങൾ പറയാം. ദൈവാനുരൂപമെന്ന് ഞാൻ പറയുമ്പോൾ ക്യാരക്ടർ മാത്രമല്ല, ദൈവാനുരൂപമെന്ന് പറയുമ്പോൾ സ്വഭാവം മാത്രമല്ല, അധികാരവും കൂടെ നടക്കും. ആമേൻ. ദൈവാനുരൂപമായ പുതുമനുഷ്യനെ ധരിച്ച് നമ്മൾ റോഡിൽ കൂടെ, നമ്മുടെ നാട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അടുത്തുള്ള പിശാചുക്കളെല്ലാം എന്തോ പറയുന്നു? അതുകൊണ്ട് കറിയാച്ചൻ്റെ മോൻ വരുന്നെന്ന് പറയുമോ? ഇല്ല. പകരം പറയും, ദേ ഒരു ദൈവ സാന്നിധ്യം വരുന്നു, ഒരു ദൈവ സാന്നിധ്യം വരുന്നു. ഇതാ നമ്മൾ സ്വർഗത്തിൽ കണ്ട അതേ തേജസ് വരുന്നു. ഇതാ കാൽവറിയിൽ കണ്ട അതേ ദൈവമഹത്വം വരുന്നു. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട, അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യുന്ന നീതി ഒന്നും നീതിയല്ല എന്ന്. നോ, അങ്ങനെയല്ല. 4 നീതികളാണ്: ദൈവം പ്രദർശിപ്പിച്ച നീതി,
ദൈവം നമ്മുടെ മേൽ കണക്കിട്ട നീതി, ദൈവം നമ്മുടെ മേൽ പകർന്ന നീതി. നാലാമത്തെ നീതി യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. ദൈവം നീതീകരിച്ചു, അതുകൊണ്ടെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ദാറ്റ് ഈസ് ദ 4th സ്റ്റേജ് ഓഫ് റൈച്ചസ്നെസ്. ഈ നീതിയുടെ ഫലമാണ്, ഈ നീതിയുടെ എഫക്റ്റാണ്, ഈ നീതിയുടെ റിസൾട്ടാണ്, ഈ നീതിയുടെ വർക്കാണ് ഏത്? സമാധാനം, നിർഭയത്വം, വിശ്രാമം. ആ വിശ്രാമത്തിന് പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 17-ാം വാക്യത്തിൽ ശാശ്വത വിശ്രാമം. സമാധാനവും നിർഭയത്വവും ഭൂമിയിൽ കിട്ടും, ശാശ്വത വിശ്രാമം നിത്യതയിൽ. ഞാൻ പറഞ്ഞു 3-ാമത്തെ ഭാഗത്തിലേക്ക് മാത്രം വരാം. ബൈബിളുകളെ അടച്ചാട്ടെ. ആമേൻ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. ദൈവത്തെ പോലിരിക്കുന്ന ഒരു ഉടുപ്പ്, ആ ഉടുപ്പിനകത്ത് 2 വിധ നൂലുകളാണ് ഉള്ളത്, വിശുദ്ധിയും നീതിയും. വിശുദ്ധിയുടെയും നീതിയുടെയും 2 വിധ നൂലുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ബ്ലൂവും റെഡും എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോ. ബ്ലൂ റൈച്ചസ്നെസ്സും വിശുദ്ധി റെഡുമാണെന്ന്, അല്ലെങ്കിൽ വൈറ്റുമാണെന്ന് ചിന്തിച്ചോ. അങ്ങനെ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ദൈവത്തെ പോലിരിക്കുന്ന ആ ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ നടക്കണം. അതാണ് നീതിയുള്ള ജീവിതം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. I want to be adorned with Christ. ക്രിസ്തുവിനെ എനിക്ക് ധരിക്കണം, ക്രിസ്തുവിനെ എനിക്ക് ധരിക്കണം. അതാണ് നീതി. അവിടെ 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 അമേൻ അമേൻ അമേൻ. കർത്താവേ, എൻ്റെ ദേശത്തിലെ ദുർഭൂത ശക്തികളോട് പോരാടാൻ ഒരു കൃപയല്ല എനിക്ക് വേണ്ടത്, അതിനുള്ളൊരു ബലമല്ല എനിക്ക് വേണ്ടത്. പകരം അന്ധകാര ശക്തികൾ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ആ ഗ്രാമത്തിലേക്ക് ഞാൻ ദൈവത്തെ ധരിച്ചു കൊണ്ടുപോകട്ടെ, ഞാൻ യേശുവിനെ ധരിച്ചു കൊണ്ടുപോകട്ടെ. നീതിയുടെയും വിശുദ്ധിയുടെയും നൂലുകൾ ചേർത്ത് നെയ്യുന്ന ആ ദൈവ സാന്നിധ്യം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. നീതി എന്നുള്ളത് രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാനാ, വിശുദ്ധി എന്നുള്ളത് ആലയത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നീതി എന്നുള്ളത് നിന്റെ രാജ്യത്വത്തിൻ്റെ ഭാഗമാണ്, വിശുദ്ധി എന്നുള്ളത് നിന്റെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. നാം റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അഡോൺഡ് വിത്ത് റൈച്ചസ്നെസ്, കവേർഡ് വിത്ത് റൈച്ചസ്നെസ്. ഇന്ന് പകൽ ആ നീതി കൊണ്ടൊന്ന് അലങ്കരിക്കപ്പെടട്ടെ, നീതി കൊണ്ടൊന്ന് അലങ്കരിക്കപ്പെടട്ടെ. എവിടെയൊക്കെ അനീതിയുടെ കറകൾ കിടക്കപ്പെടുന്നെങ്കിലോ, എവിടെയൊക്കെ അനീതിയുടെ ക്ലെയിമുകൾ കിടക്കുന്നെങ്കിലോ, അതെൻ്റെ സമാധാനത്തെ തകർക്കുക. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന രാജാവേ, എൻ്റെ ജനം സമാധാന നിവാസത്തിൽ, നിർഭയ വസതികൾ, ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്, ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, ഞാൻ വേർപാടുള്ളവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവനാണ്, ഞാൻ അവൻ്റെ വാഗ്ദത്തത്തെ അകത്ത് സൂക്ഷിക്കുന്നവനാണ്. ഒരു നിമിഷം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട് സമാധാനത്തെ തകർക്കുന്ന ഏത് വെല്ലുവിളികൾ മുമ്പിൽ നിൽക്കുന്നെങ്കിലോ, ഞാൻ ദൈവത്തിന്റെ ജനമാണ്. I belong to him, I belong to him, I belong to him. Ramjimiria Pramanjalia Adunia Pramashya Pramarthani. 2-3 മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം, അത് പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകിയത് കേവലം വാക്കുകളായി പറയുവാനല്ല, അത് നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ. Let us be adorned with the righteousness and holiness, and let us manifest the godliness. Lasmalia Padajama Ramanjaria Prosmania Pramasharta. നീ നീതിയും വിശുദ്ധിയും അണിയുമ്പോൾ നീ ദൈവാനുരൂപമായ ആമേൻ ആമേൻ മാനിഫെസ്റ്റ് ദ ഗോഡ്ലിനെസ്, മാനിഫെസ്റ്റ് ഗോഡ്ലിനെസ്. നീ ദൈവത്തെ പ്രദർശിപ്പിക്കുക. നീ കേവലം ഒരു മനുഷ്യനാണ്, പക്ഷെ അതിനകത്ത് അതിനെ കവർ ചെയ്യുന്ന ഒരു നീതിയും വിശുദ്ധിയും.
ലോംസ് മറിയാന ഹസിയ. ഇസ്രായേൽ പണിത ദൈവത്തിന്റെ യാഗപീഠം അത് ഖദിരമരം കൊണ്ട് പണിതതാണ്. അതിലെ 48 പലകകളോ അത് ഖദിരമരം കൊണ്ട് പണിതതാണ്. അത് തീയടിച്ചാൽ കത്തിപ്പോകോ, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു മരവും ആലയത്തിൽ കാണാനില്ല. അത് മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മൾ കറപ്റ്റബിൾ ആയിരിക്കാം, നമ്മൾ മോർട്ടൽ ആയിരിക്കാം, പക്ഷേ ഒരു ഇമ്മോർട്ടൽ ഗ്ലോറി ഇന്ന് പകൽ അതെന്റെ മേൽ വീഴട്ടെ. ദൈവം നീതീകരിച്ചുവെന്ന് ഒരു വിശുദ്ധിയുടെ ദൈവകൃപ, ഒരു വിശുദ്ധി നീതിയുടെ ദൈവാഭിഷേകം എന്റെ മേൽ വീഴട്ടെ. അപ്പാ, ഒരു നീതിയുടെ ആത്മാവ് എന്റെ മേലൊന്ന് സ്പർശിക്കട്ടെ.